വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 7:17. Acts chapter 7 verse 17. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്ത കാലം അടുത്തപ്പോൾ ജനം മിസ്രയീമിൽ വർദ്ധിച്ച് പെരുകി. ഞാനതിന് ഇങ്ങനെ അങ്ങ് പറയാൻ ആഗ്രഹിക്കുന്നു. വാഗ്ദത്ത കാലം അടുക്കുമ്പോൾ ജനം വർദ്ധിക്കാൻ തുടങ്ങി. ഒരിക്കൽ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. വാഗ്ദത്ത കാലം അടുത്തപ്പോൾ ജനം പെരുകാൻ തുടങ്ങി. വാഗ്ദത്ത കാലം അടുത്തപ്പോൾ ദൈവം ജനത്തെ വർദ്ധിപ്പിക്കാൻ തുടങ്ങി. അതായിരിക്കും കറക്റ്റ്. എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചേ. ഈ വചനത്തിൻ്റെ മുമ്പാകെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. വാഗ്ദത്ത കാലം അടുത്തപ്പോൾ ജനം മിസ്രയീമിൽ വർദ്ധിച്ചു പെരുകിയെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്ക്. എൻ്റെ വാഗ്ദത്ത കാലം എപ്പോഴാ? എൻ്റെ വാഗ്ദത്തം അടുത്തോ കർത്താവേ? ഞാൻ ആ വാഗ്ദത്തിനകത്താണോ പ്രവേശിച്ചിട്ടുള്ളത്? ഇനി എന്ന് ആ വാഗ്ദത്തം നിറവേറുമെങ്കിൽ ഇന്ന് പകൽ ഞാൻ വർധനവിനകത്താണോ നിൽക്കുന്നത്? എനിക്കറിയില്ലപ്പാ. എന്നെ വർദ്ധിപ്പിക്കുന്നൊരു കർത്താവിൻ്റെ കാര്യം ചലിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഒന്ന് പ്രാർത്ഥിച്ച്, ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചേ. ഇന്ന് പകൽ കുടുംബങ്ങൾക്കകത്ത് എനിക്ക് ഈ സന്ദേശം ഞാൻ ഉണ്ടാക്കുമ്പോൾ എനിക്ക് വ്യക്തമറിയാം, കുടുംബങ്ങൾക്കകത്ത് ചിലത് സംഭവിക്കാൻ പോകുകയാണ്. ഒരു വർധനവിനെ കർത്താവ് അയക്കാൻ പോവുകയാണെന്ന് ഇന്ന് പകലിൽ ആർക്കൊക്കെ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ അവരൊന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് പകലിൽ നിങ്ങൾക്ക് വേണ്ടി ചലിക്കും. ഞാനത് കാണുന്നുണ്ട്. ഇന്ന് പകലത് ചലിക്കപ്പെടും യേശുവിൻ്റെ നാമത്തിൽ. പരിശുദ്ധ പിതാവേ, ഇന്ന് പകലിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. വാഗ്ദത്ത കാലം അടുത്തപ്പോൾ ജനം മിസ്രയീമിൽ വർദ്ധിച്ചു പെരുകി. കർത്താവേ, അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ആ ദൈവ ശബ്ദത്തോട് ചേർന്നത് ഈ കൃപമേൽ കൃപയുടെ വർഷത്തിൽ കർത്താവേ, അങ്ങയുടെ വാഗ്ദത്ത കാലം അടുത്തെങ്കിൽ ഇന്ന് പകലിൽ ഞങ്ങൾ വർദ്ധിച്ച് പെരുകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ കരം ചലിക്കട്ടെ. ഈ വചനത്തിൽ നിന്ന് ചില ജീവിതങ്ങളോട് ഇന്ന് പകലിൽ സംസാരിക്കും. ദൈവ മഹത്വം ഞങ്ങൾ കാണും. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം അബ്രഹാമിനോട് അരുളിച്ചതുപോലെ വാഗ്ദത്ത കാലം അടുത്തപ്പോൾ ജനം മിസ്രയീമിൽ വർദ്ധിച്ച് പെരുകി. എവിടെയാ വർദ്ധിച്ചത്? മിസ്രയീമിനകത്ത്. അബ്രഹാമിനോട് പറയുന്നത്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് പോയി പാർക്കും. യോസേഫിന് അറിയാത്തൊരു മന്ത്രിയോ രാജാവ് വന്നു. രാജാവ് നോക്കിയപ്പോൾ ജനം തങ്ങളെക്കാൾ വർദ്ധിച്ച് വരികയാണ്. അവിടം തൊട്ടാ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിനകത്തും ഇതുപോലെയൊക്കെ തന്നെയല്ലേ സംഭവിക്കുന്നത്? ഒരു പ്രശ്നവും ഇല്ലാതെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് എവിടെ നിന്നോ അറിയാത്ത ഒരു പ്രശ്നം നമ്മളും ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നിലവിളി സ്വർഗത്തിലേക്ക് എത്തുന്നത് പോലെ മിസ്രയീമിൽ കിടക്കുന്ന ഇസ്രായേൽ ജനവും നിലവിളിക്കുകയാണ്. അബ്രഹാമിനോട് പറഞ്ഞ ഒരു വാക്യമുണ്ട് അവിടെ 14-ാമത്തെ ഉൽപ്പത്തി പുസ്തകം 15 വായിക്കണ്ട, ഞാൻ പറഞ്ഞു പോകാം. അബ്രഹാമിനോട് ദൂത് പറയുന്നുണ്ട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരിക്കും. ആ ദേശക്കാരെന്ത് ചെയ്യും? സേവിക്കും. അവൻ അവരെ പീഡിപ്പിക്കും എന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ അവരെ വിധിക്കും. അതിൻ്റെ ശേഷം വളരെ സമ്പത്തോടു കൂടെ, അതൊന്നും കൂടെ എടുത്തു പറയുന്നു, വളരെ സമ്പത്തോടും കൂടെ പുറപ്പെട്ടു പോരും. അബ്രഹാം മുതൽ 4-ാം തലമുറ മിസ്രയീമിനകത്തോട്ട് കയറി ചെല്ലുന്നു. ഏകദേശം 70 പേരാ മിസ്രയീമിനകത്തോട്ട് കയറിയത്. ദൈവത്തിൻ്റെ ദൂത് വർദ്ധിപ്പിക്കുമെന്ന്. ചോദ്യം, ഇത്രയും 30 ലക്ഷത്തിൽ പരം വരുന്ന ഇസ്രായേൽ ജനം ഇത്രയും വർഷം കൊണ്ട് എങ്ങനെ സാധിക്കും അച്ഛാ? സാധിക്കും. കർത്താവ് അതിനോട് ദൂത് പറഞ്ഞത്. ഒരിക്കൽ പോലും സാധ്യതയില്ല വർദ്ധിക്കാൻ. ഒരിക്കൽ പോലും മാനുഷിക ബുദ്ധി കൊണ്ട് നോക്കിയാൽ ഒരു കാരണവശാലും വർധനവിലേക്ക് വരാൻ ഒരു സാധ്യതയുമില്ല. യോസേഫിനറിയാത്ത ഒരു രാജാവ് അവർക്ക് പ്രതിയോഗിയായി എഴുന്നേറ്റ് നിൽക്കുക.
പക്ഷേ ദൈവത്തിൻ്റെ ദൂത് മരുഭൂമിയിൽ കൃപ കണ്ടെത്തുമെന്നാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ ശബ്ദം ഇറങ്ങി വന്ന് ചില അത്ഭുതകരമായ വിടുതൽ നൽകുമെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ജനത്തെ നോക്കി വിളിച്ചു പറയുക, വാഗ്ദത്ത കാലം അടുത്തപ്പോൾ ജനം മിസ്രൈമിൽ വർദ്ധിച്ചു പെരുകി. എവിടെയാ മിസ്രൈമിൻ്റെ അനുഭവം എന്ന് പറയുന്നത്? ഒരിക്കലും വർധനവ് തരല്ലെന്ന് മിസ്രൈം പറഞ്ഞുകൊണ്ടിരിക്കുക. അതുവരെ വൈക്കോൽ കൊടുത്തിരുന്നു ഇഷ്ടിക ചുടാൻ വേണ്ടി. ഇപ്പോൾ ഇഷ്ടിക ചുടാൻ വൈക്കോലില്ല. സമാധാനം എന്തെന്ന് അറിയുന്നില്ല. അതുവരെ നിങ്ങൾ ഇഷ്ടിക ഉണ്ടാക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളായിരുന്നു. ഇപ്പോൾ അടിയുണ്ട്, ഇഷ്ടിക ചൂടുകയും വേണം, വൈക്കോല് കണ്ടെത്തുകയും വേണം. മോൻ്റെ പോലെ ജോലി വേണമെന്ന് ആഗ്രഹമുണ്ട്, അന്വേഷിച്ചിട്ടും കിട്ടുന്നില്ല. നോക്കിയിട്ടും അയച്ചിട്ടും പോയിട്ടും കിട്ടുന്നില്ലെങ്കിൽ ഇന്ന് പകൽ ആത്മാവിലൊന്ന് നാവിലൊന്ന് പുറപ്പെട്ട് വിളിച്ചു പറ, ഞാൻ അതിനകത്ത് വർദ്ധിച്ച് പെരുകും. കാരണം എന്നോട് പറഞ്ഞ വാഗ്ദത്ത കാലം അടുത്തിരിക്കുകയാ. എത്ര പേർ ആത്മാവിൽ അതിനെ നോക്കി പ്രവചിക്കാൻ പറയുന്നുണ്ട്? എൻ്റെ വാഗ്ദത്ത കാലം, എന്നോട് പറഞ്ഞ വാഗ്ദത്തത്തിൻ്റെ ആ നിറവേറേണ്ട സമയം അടുത്ത് വന്നിരിക്കുക. അതുവരെ വളർച്ചയില്ലെന്ന് ലോകം നിന്നെ നോക്കി ഈ 70 പേരെ കൊണ്ട് ഇവിടം കൊണ്ട് അവസാനിക്കുമെന്ന് മിസ്രൈം പറഞ്ഞെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറ, ടെൽഫോർഡ് എന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഷോപ്ഷെയറിനകത്ത് എന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടം വിട്ട് പോകാനല്ല, ഇവിടെ നിർത്തി എന്നെ വർദ്ധിപ്പിക്കുമെന്ന്, ഇവിടെ നിർത്തി എന്നെ മാനിക്കുമെന്ന്. ഏത് ഫറവോ എഴുന്നേറ്റോട്ടെ, ഏത് നിയമം വേണമെങ്കിലും എഴുന്നേറ്റോട്ടെ, ഇന്ന് പകൽ ആത്മാവിൽ നീ അതിനെ നോക്കി വിളിച്ച് പറ. ഏത് ഫറവോന് ശക്തിയാണെങ്കിലോ മിസ്രൈമിന്റെ അധികാരമാണെങ്കിലോ ആത്മ നിറവ് പ്രാപിച്ച നീ അതിനെ നോക്കി വിളിച്ചു പറ, എന്റെ വാഗ്ദത്തത്തിന്റെ കാലം അടുത്തിരിക്കുന്നതുകൊണ്ട്, എന്റെ വാഗ്ദത്തത്തിന്റെ സമയമായതുകൊണ്ട് ഞാൻ വർദ്ധിച്ചു വരികയും. വർദ്ധിച്ച് പെരുകത്തില്ലെന്ന് ഏത് കാര്യസ്ഥൻ പറഞ്ഞാലും, വർദ്ധിച്ച് പെരുകില്ലെന്ന് ഏത് കുടുംബക്കാരൻ പറഞ്ഞാലും, വർദ്ധിച്ച് പെരുകില്ലെന്ന് ഏത് പാസ്റ്റർ ആൻറ്റിയും പറഞ്ഞാലും, ഏത് കൂടെ ഇരിക്കുന്ന ആരാധിക്കുന്ന വ്യക്തി നിന്നെ നോക്കി ഇനി എന്താ ചെയ്യാന്ന് കൈമലർത്തി ചോദിച്ചാലോ, ആത്മനിറവ് പ്രാപിച്ച നീ അതിനെ നോക്കി വിളിച്ചു പറ, എന്നെ വർദ്ധിപ്പിക്കുന്ന ദൈവം എൻ്റെ വാഗ്ദത്ത കാലത്തിനകത്തേക്ക് ഞാൻ കയറിയിരിക്കുന്നത് കൊണ്ട്, എന്നോട് പറഞ്ഞ വാഗ്ദത്തം നിറവേറിയിരിക്കുന്നത് കൊണ്ട് ഇന്ന് പകലിൽ ഞാൻ വിശ്വസിക്കുന്നു, അവൻ എൻ്റെ ഉപനിധിയ, എന്നെ നടത്തുവാൻ വിശ്വാസന അന്ത്യത്തോളം പുലർത്താമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഒന്നും സംഭവിക്കുന്നില്ലെന്ന് എന്നോട് പറഞ്ഞ പല വാഗ്ദത്തങ്ങളും ഞാൻ ഈ സഭയ്ക്കകത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അപ്പനോടും അമ്മയോടും നോക്കി പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ വിദേശ നന്മ നിങ്ങൾ പ്രാപിക്കുമെന്ന്. മുട്ട ട്രൗസർ ഇട്ടയച്ച് നടക്കുന്ന സമയത്താണ് ഇതൊക്കെ ദൂത് പറയുന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി വിവാഹം കഴിഞ്ഞ സമയത്ത് ഞങ്ങളെ നോക്കി ദൂത് പറഞ്ഞിട്ടുണ്ട്, ഇത് മഞ്ഞ് പെയ്യുന്ന രാജ്യത്തേക്ക് നിങ്ങളെ കടത്തി വിടുമെന്ന്. ഒരിക്കൽ പോലും മഞ്ഞ് പെയ്യുന്ന രാജ്യത്തല്ല, വിദേശത്ത് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പാസ്പോർട്ട് പോലും എടുക്കാത്ത എന്നെ നോക്കിയിട്ടാണ് ദൂത് പറയുന്നത്, നിന്നെ ഞാൻ അയക്കുമെന്ന്. അടുത്ത ദൂത് അതിലും ശ്രേഷ്ഠകരം, നീ ശുശ്രൂഷിക്കുന്ന വേദിയിൽ നിന്റെ അപ്പനെ ഇരുത്തും. അദ്ദേഹം യാക്കോബ് യോസേഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ ആത്മാവിൽ ചൈതന്യം പ്രാപിച്ചതുപോലെ നിന്റെ അപ്പനെ ഇരിക്കുമെന്ന്. വർഷങ്ങൾ പലതും പിന്നിട്ട് കേട്ടോ, അത് കേട്ടിട്ട് വർഷങ്ങൾ പലതും കഴിഞ്ഞു. ഒന്നു മാറി പല ശുശ്രൂഷകളും ചെയ്തു. അന്നൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഞാൻ കീബോർഡ് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അപ്പൻ അത് കണ്ടിട്ട് ആത്മാവിൽ നിർവൃതി അടയുമെന്നാണ്. ഒരിക്കൽ പോലും ചർച്ച് മിനിസ്ട്രിക്കകത്തേക്കോ പ്രസംഗിക്കാൻ വേണ്ടിയോ എഴുന്നേൽക്കത്തിൽ നിന്ന് വാശി പിടിച്ച് എന്നെ ടെൽഫോർഡ് എന്ന പട്ടണത്തിനകത്തേക്ക് കൊണ്ടുവന്നിട്ടേച്ച് എന്ന് പറയുന്ന കയറുകൊണ്ട് കെട്ടിയിട്ടേച്ച് ദൈവ പ്രവർത്തിക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെടുന്നത് പോലെ തല്ലി പുറം കൊണ്ടുവന്നെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുക, വാഗ്ദത്തത്തിൻ്റെ കാലം അടുത്തപ്പോൾ നീ പോലും അറിയാതെ, ഞാൻ പോലും അറിയാതെ എന്നെ വാഗ്ദത്തത്തിനകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ ഈ അഭിഷേകത്തിൻ്റെ നിലവോടെ ദൈവവചനം സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ നോക്കി പ്രവചനാത്മാവിൽ വിളിച്ചു അത് നിങ്ങളുടെ വാഗ്ദത്ത കാലമായതുകൊണ്ട് ഈ സഭയ്ക്കകത്ത് നിങ്ങൾ എത്തിച്ചേർന്നത്, നിങ്ങളുടെ വാഗ്ദത്ത കാലത്തിന്റെ അകത്തായതുകൊണ്ട് നിങ്ങളെ ഇവിടെ ദൈവം കൊണ്ടുവന്നത്. ഈ ഷോപ്ഷെയർ പട്ടണത്തിനകത്ത്, ഈ ടെൽഫോർഡ് സഭയ്ക്കകത്ത് നിങ്ങളെ ഇരുത്തി ഈ ദൈവവചനം കേൾപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നെ നിങ്ങൾ വാഗ്ദത്തത്തിനകത്ത് പ്രവേശിച്ചിരിക്കുന്നതുകൊണ്ടാണെന്ന്. ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം, എൻ്റെ വാഗ്ദത്തം എന്ന് നിറവേറാനാണ്. ഇന്ന് പകൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ആ വാഗ്ദത്തം നിന്റെ മേൽ വെളിപ്പെട്ടു വരുന്ന ദിവസങ്ങളാണ്. ദൈവം ദൂത് പറഞ്ഞു, പുറപ്പെട്ടു വന്നോ, വർദ്ധിപ്പിച്ചോ കർത്താവ്. 70 പേരിൽ നിന്ന് 30 ലക്ഷത്തിൽ പരം വരുന്ന ഇസ്രയേൽ ജനതയായി
പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് പകലിൽ ആത്മാവിൽ വിളിച്ചു പറ, എൻ്റെ വാഗ്ദത്ത കാലം, എൻ്റെ വാഗ്ദത്ത കാലം, എൻ്റെ വാഗ്ദത്തം നിറവേറുന്ന കർത്താവ്, എൻ്റെ വാഗ്ദത്തത്തിനകത്തേക്ക് എന്നെ നടത്തുന്നൊരു കർത്താവുണ്ട്. അത് ഞാൻ കാണാൻ പോകുക. ആത്മാവിൽ നിങ്ങളുടെ നാവിൽ നിന്ന് സ്തോത്രം പറയാം. അതൊന്ന് വിളിച്ചു പറ, എൻ്റെ വാഗ്ദത്ത കാലം അടുത്തു, എൻ്റെ വാഗ്ദത്ത കാലം അടുത്തു. ഒന്ന് പറഞ്ഞ്, ആത്മാവിലൊന്ന് പറഞ്ഞ്, എൻ്റെ വാഗ്ദത്ത കാലം നിറവേറുന്ന സമയമാ, എൻ്റെ വാഗ്ദത്തം നിറവേറുന്ന സമയമായെന്ന് ആത്മാവിലൊന്ന് പ്രഖ്യാപിച്ച്. എന്നോട് പറഞ്ഞ ദൂത് ഒരു മനുഷ്യനല്ല പറഞ്ഞിരിക്കുന്നത്, എന്നോട് പറഞ്ഞ ദൂത് ഒരു സാധാരണക്കാരനല്ല എന്നോട് പറഞ്ഞത്. എന്നോട് പറഞ്ഞ ദൂത് എൻ്റെ അപ്പൻ പറഞ്ഞതല്ല. എന്നോട് പറഞ്ഞ ദൂത് സാധാരണക്കാർ വ്യക്തി പറഞ്ഞതല്ല. എൻ്റെ പറഞ്ഞ ദൂത് എന്നെ കണ്ട, എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ച, എന്നെ പിണ്ടകാലമായിരുന്ന സമയത്ത് പേർ ചൊല്ലി വിളിച്ച എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞതെങ്കിൽ ഇന്ന് പകൽ ഇവിടെ കിടന്ന് ഉഴഞ്ഞ് വലഞ്ഞു പോകുമെന്ന് ആരൊക്കെ നിന്നെ നോക്കി, രാജ്യം നിന്നെ നോക്കി വിധി പറഞ്ഞാലോ, ആത്മാവിൽ നീ പ്രഖ്യാപിക്ക്, എൻ്റെ വാഗ്ദത്ത കാലമായതുകൊണ്ട് ഞാൻ മിസ്സേമിനകത്താണെങ്കിലോ, ഈ മിസ്സേമിന്റെ അനുഭവമാണെങ്കിലോ അതിനകത്ത് ഞാൻ വർദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ആ കാര്യങ്ങളെ തൊട്ട് ആത്മാവിൽ നിന്ന് പ്രതികരിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ കുടുംബത്തിനകത്ത് സാമ്പത്തിക ഞെരുക്കങ്ങൾ കൊണ്ടുവന്ന് വർദ്ധിപ്പിക്കില്ലെന്ന് വിധി പറഞ്ഞു നിൽക്കുന്ന എല്ലാ അവസ്ഥകളെയും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ആത്മാവിൽ ഞങ്ങളെ അതിനെ അഴിച്ചു മാറ്റുകയാണ്. രോഗങ്ങൾ ഇട്ടുകൊണ്ട് മനസ്സിനെ മുരടിപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ആത്മാവിൽ അത് അഴിഞ്ഞു മാറട്ടെ. എബ്രായ ലേഖനം 10:23 പറയുന്നു, പ്രത്യാശീകരണം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തു, നിന്റെ സന്തതിയെ ഞാൻ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ചു, നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം അബ്രഹാമിനോട് നോക്കി വാഗ്ദത്തം പറഞ്ഞു. സഹറേ, നിറവേറിയോ വാഗ്ദത്തം? ഈ വാഗ്ദത്തം പറയുമ്പം ഒരു പ്രത്യാശയ്ക്കൊരു വകയില്ലാതെ നിൽക്കുന്ന സമയത്താണ് ഈ ദൂത് കൈമാറുന്നത്. വയറിനകത്തൊരു കുഞ്ഞിൻ്റെ അനക്കമെങ്കിലും കണ്ടിട്ടല്ല അബ്രഹാം അത് ഏറ്റെടുത്തത്. ദൈവം പറഞ്ഞത് ശൂന്യതയിൽ നിന്ന് ഉരുവാക്കാൻ കഴിയുമെന്ന് അബ്രഹാമിന് വിശ്വാസമുണ്ടായിരുന്നത് കൊണ്ട് അവൻ അതിനെ ഹൃദയത്തിനകത്തേക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയെങ്കിൽ ഇന്ന് പകലിൽ നിങ്ങളിലേക്ക് കൈമാറുകയാ. വാഗ്ദത്തം ചെയ്ത കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങളെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ശൂന്യതയ്ക്കകത്ത് വഴി അടഞ്ഞു നിൽക്കുന്ന അവസ്ഥയായിക്കോട്ടെ, ഏത് പ്രശ്നമായിക്കോട്ടെ, ദൈവം കാലത്ത് മറികടന്നിട്ട് നിനക്ക് സന്തതിയെ ഉരുവാക്കുമെന്ന് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റുവാൻ ശക്തനായ ആ ഒരുവനെയായി നാം സേവിക്കുന്നത്. വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല, അനുദപിപ്പാൻ അവൻ മനുഷ്യപുത്രനല്ല. താൻ അരുളി ചെയ്തതും നിവർത്തിക്കാതിരിക്കാത്തൊരു കർത്താവിനെയല്ല ഇന്ന് പകൽ ഞാനും നിങ്ങളും ആരാധിക്കുന്നത്, ഞാനും നിങ്ങളും സേവിക്കുന്നത്. അവൻ തരാമെന്ന് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൻ ചെയ്യുമെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിച്ചേരുന്ന ഒരു കർത്താവിനെ ഇന്ന് പകൽ ഞാനോട് പ്രസംഗിക്കുന്നത്. ദൈവം പറഞ്ഞാൽ അവൻ അത് നടപ്പാക്കും. ദൈവം നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അത് നടപ്പാക്കാൻ വിശ്വസ്തനാ. പക്ഷെ ഒരു കാര്യം നാം ചെയ്യേണ്ട ആവശ്യമുണ്ട്, ആ വാഗ്ദത്തത്തിന് വേണ്ടി നിലകൊള്ളണം. അബ്രഹാമിനോട് ദൂത് പറഞ്ഞിട്ടുണ്ട്, വലിയൊരു ജാതിയാക്കുമെന്ന്. ദൂത് പറയുമ്പോൾ ഒരു പ്രത്യാശയൊന്നുമില്ല. പക്ഷേ ആ വാഗ്ദത്തത്തിന് വേണ്ടി അവൻ കാത്തിരുന്നു. ആ വാഗ്ദത്തത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, വാഗ്ദത്തം കേട്ടിട്ട് ഇത്രയും വയസ്സായി, ഇനിയിപ്പോൾ എന്നാ ഉണ്ടാകാനെന്നും പറഞ്ഞ് കർത്താവിൻ്റെ വഴിക്ക് വിട്ടേച്ച് അബ്രഹാം പോയില്ല കേട്ടോ. നമ്മുടെയൊക്കെ പ്രശ്നം ഇൻസ്റ്റൻ്റായിട്ട് കിട്ടണം എന്നുള്ളതാണ്. ഇതിപ്പോൾ അതിനൊരു പരിധി വരെ ഞങ്ങളെപ്പോലുള്ള ദൈവദാസന്മാർ തന്നെയാണ് എൻ്റെ കാരണക്കാരനെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ റൈറ്റ് നൗ ഞാൻ പറയാം, നിന്നോട് പറഞ്ഞ വാഗ്ദത്തം പറഞ്ഞ കർത്താവ് വിശ്വസ്തനായിട്ട് നിൽക്കുമ്പോൾ ആ വാഗ്ദത്തം നിറവേറുന്നവരെ നീയും വിശ്വസ്തനായി കർത്താവിനോട് ചേർന്ന് നിൽക്കണം. അബ്രഹാം ചേർന്ന് നിന്നു,
അവന് വേണ്ടി അത്ഭുതം ചെയ്തു. രണ്ടാമത്തെ കാര്യം പറയാൻ പോകുകയാണ്. വാഗ്ദത്തകാലം എന്ന് പറയുന്നത് ദൈവിക ഒരുക്കത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും കാലമാണ്. ഒരിക്കൽ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവം വാഗ്ദത്തം നൽകുന്ന കർത്താവ്. വാഗ്ദത്തകാലം എന്ന് പറയുന്നത് ദൈവിക ഒരുക്കത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും കാലമാണ്. വിലാപങ്ങളുടെ പുസ്തകം 3:25 പറയുന്നുണ്ട്, തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവൻ. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവൻ. ആർക്കാ? കാത്തിരിക്കുന്നവർക്ക് വേണ്ടി, അന്വേഷിക്കുന്നവർക്ക് വേണ്ടി. കാത്തിരുന്നിട്ട് മണവാളം വരുമ്പം വിളക്ക് തെളിയിക്കാൻ നോക്കുമ്പോൾ വിളക്കിൽ എണ്ണയില്ലാതിരിക്കുന്നവർക്ക് വേണ്ടിയല്ല, വിളക്ക് തെളിയിച്ച് എണ്ണയൊഴിച്ച് അവൻ്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി. ഒന്നും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു, വാഗ്ദത്തകാലം ദൈവിക ഒരുക്കത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും കാലം. 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാം. അബ്രഹാം ഇസഹാക്കിന് വേണ്ടി കാത്തിരിക്കുക. ദൈവം അബ്രഹാമിനോട്, ഞാൻ നിന്നെ മഹാജാതിയാക്കും. പക്ഷേ ഒരു ആൺതരി പോയിട്ട് ഒരു മണൽത്തരി പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ആക്കുമെന്ന് വാഗ്ദത്തം പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. നീണ്ട വർഷങ്ങൾ, ഏകദേശം 25 വർഷങ്ങൾ കാത്തിരിക്കുകയാണ്. എൻ്റെ ദൈവശബ്ദം കേൾക്കാതെ, എൻ്റെ ദൈവശബ്ദം കേട്ടിട്ട് അതിനൊരു മറുപടി വരാതെ. പക്ഷേ അബ്രഹാം വെയിറ്റ് ചെയ്യുക. ഒരിക്കൽ കൂടെ പറയുന്നു, ദൈവിക ഒരുക്കത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും ഒരു കാലഘട്ടം, നീണ്ട 25 വർഷങ്ങൾ. ഒരുപക്ഷെ 25 വർഷം നമ്മളോട് തന്നെ ചോദിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിന് 25 വർഷം പോയിട്ട് 1 മാസം വെയിറ്റ് ചെയ്യേണ്ടി വന്നാൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഹലോ, നിങ്ങളിവിടെ ഉണ്ടോ? അച്ഛാ വയസ്സായെന്ന്, ചെറുപ്പക്കാരല്ല. അവിടെ എഴുതിയിട്ടുള്ള പദമുണ്ട്, സ്ത്രീകൾക്കുള്ള മുറയൊക്കെ നിന്നുപോയെന്ന്. അങ്ങനെ ഒരു കാലഘട്ടത്തിനകത്ത് ദൈവശബ്ദം കേൾക്കുകയാ, നിനക്ക് തലമുറ നൽകുമെന്ന്. ഞാൻ ആത്മാവിൽ നിങ്ങളോട് കൈമാറുകയാ, വിശ്വാസത്തോടെ ഒരു കാത്തിരിപ്പിൻ്റെ പരീക്ഷ അബ്രഹാമിൻ്റെ മുന്നിലിരിക്കുക. അബ്രഹാം ജയിച്ചോ? ജയിച്ചു. ഇന്ന് പകലിൽ ആത്മാവിൽ നിങ്ങളിലേക്ക് ദൂത് കൈമാറുകയാ. ദൈവം വൈകിപ്പിച്ചാലും, വാഗ്ദത്തം നിറവേറാൻ വൈകിയാലും അത് നിറവേറ്റിത്തരാൻ വിശ്വസ്തന. അബ്രഹാമിൻ്റെ ജീവിതത്തിനകത്ത് നീണ്ട വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു ഒരു തലമുറയുടെ ജനനത്തെ കാണാൻ. എന്നിട്ടും അവൻ കാത്തിരുന്നെങ്കിൽ, മഹനീയം ടെൽഫോർഡ് സഭയിലെ ദൈവജനത്തോട് ആത്മാവിൽ ഞാൻ കൈമാറുന്നു, ഇന്ന് പകലിൽ അത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചാലും കർത്താവിൻ്റെ സമയത്ത് അത് നിറവേറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് പകൽ ക്ഷീണിച്ച് പോകരുത്, മടുത്തു പോകരുത്, കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് വിട്ടുമാറരുത്. നിലകൊള്ളേണ്ട സ്ഥാനത്ത് വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കാൻ തയ്യാറാണെങ്കിൽ, നിന്നോട് വാഗ്ദത്തം പറഞ്ഞ കർത്താവ് ദൂത് കൈമാറിയിട്ടുള്ളത്, നീ വിശ്വസ്തനായി നിൽക്ക്, അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് ചിലത് ചെയ്തു തരും. മോശയെ നോക്കിക്കേ, നീണ്ട 40 വർഷം മിസ്രൈമിനകത്ത്. 40ാമത്തെ വർഷമായപ്പോൾ തന്നെ ഒരുത്തനെ തല്ലിക്കൊന്നു. ആ ജനം അറിഞ്ഞെന്ന് കണ്ടപ്പോൾ തന്നെ പുള്ളി ഒറ്റപ്പെടലോട്ട്. എവിടേക്ക്? മിദ്യാനിലോട്ട്. അവിടെ ചെന്ന് 40 വർഷം പുള്ളി എന്ത് ചെയ്തു? ആടിൻ്റെ പിന്നാലെ നടന്നു. പിന്നെ തിരിച്ചു വരികയാണ്. എന്താ? മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ട ഒരു നായകനായിട്ട്. ദൈവം ഉപയോഗിക്കുമെന്ന് പദ്ധതി ഉള്ളത് ഓർത്തന. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി നമ്മൾ പറയുന്ന പോലെ, ഇവനൊക്കെ എന്ന്
പറ ഒന്ന്. ഇവനൊക്കെ എന്ന് നേരെയാവും. നോക്കിക്കേ, എന്ത് നന്നായി ജീവിക്കാമായിരുന്ന സാഹചര്യമായിരുന്നു കൊട്ടാരത്തിനകത്ത്. ഫാനിന് ഫാൻ, എ സിക്ക് എ സി, PS5 PS6 കൊടുത്തേക്കുന്നു, കറണ്ടിന് കറണ്ട്, ബെഡ്റൂമിന് ബെഡ്റൂം, ലൈറ്റ് വേണമെന്ന് പറയുമ്പോൾ ലൈറ്റ്, ബക്കറ്റിൽ വെള്ളം വേണമെന്ന് പറഞ്ഞാൽ ഷവറിൽ വെള്ളം കൊടുക്കുന്നു, പരിചാരകർ വേറെ, ഡ്രസ്സിന് ഡ്രസ്സ്, എല്ലാം ഉണ്ടായിരുന്നിട്ട് ഇവനൊക്കെ എന്നാത്തിൻ്റെ നിങ്ങളൊന്ന് എന്നാത്തിൻ്റെ കേടാ. സത്യമല്ലേ? പക്ഷേ ദൈവം മുൻപേ കൂട്ടി നിശ്ചയിച്ച ഒന്ന് നിറവേറണമെങ്കിൽ ചിലത് നിന്റെ കൈകൊണ്ട് അബദ്ധത്തിലാണെങ്കിൽ പോലും സംഭവിക്കണം. എത്ര പേർക്ക് മനസ്സിലായെന്ന് അറിയത്തില്ല. മോശയ്ക്ക് ഇപ്പോൾ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? ഹലോ, നിങ്ങളിവിടെ ഉണ്ടോ? കൊട്ടാരത്തിൽ താമസിക്കുന്ന അതിൻ്റെ സുഖത്തിലല്ലേ അവിടെ കിടക്കേണ്ടത്. പിന്നെ എന്തിന് വെയിൽ കൊള്ളാൻ വേണ്ടി സഹോദരന്മാരുടെ ആരുടെ മകനായിട്ടാണ് ജനിച്ചത്? ഫറവോന്റെ പുത്രിയുടെ മകനായിട്ടാ. അവിടെ നിൽക്കേണ്ടവൻ ഇപ്പോൾ ഇതാ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി അവിടോട്ട് പോകുന്നു, പുറത്തോട്ട് ഇറങ്ങുന്നു. നിനക്ക് അഭിചാരിതമായിട്ടാണെങ്കിലും ദൈവത്തിന് ചിലത് പദ്ധതി ഉള്ളത് കൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത്. ചില അനിഷ്ടമായതൊക്കെ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് തോന്നുന്ന പലതും വരുമ്പോൾ ആത്മാവിൽ അതിനെ കൈമാറിയിട്ട് കർത്താവിനോട് നിന്ന് പറയണം, കർത്താവേ, എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ പ്രതീക്ഷിക്കാത്ത ചിലത് സംഭവിക്കുമ്പോഴും ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു, എന്നെ വിളിച്ച ദൈവം എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എൻ്റെ പേര് റിജോയി എന്നിട്ട് പേര് വിളിച്ച എൻ്റെ കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിനകത്ത് ഇന്ന് കാണുന്ന പ്രതിസന്ധി ഞാൻ അറിഞ്ഞിട്ട് വന്നതല്ലെങ്കിലും അത് ദൈവത്തിൽ നിന്ന് ദൈവം ചിലത് എന്നെ പുറത്ത് കൊണ്ടുവരുവാനും ചിലത് എന്നെ പഠിപ്പിക്കുവാനും അയച്ച ദൈവത്തിൻ്റെ ചില ശോധനകളാ. ഇന്ന് പകലിൽ പിറുപിറുക്കാതെ അതിനോട് മല്ലിടാതെ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ, ആത്മാവിൽ പോരാടാൻ തയ്യാറുള്ളത് നിനക്ക് വേണ്ടിയ സ്വർഗം വാഗ്ദത്തം അയച്ചിട്ടുള്ളത്. ഇന്ന് പകൽ അതിനോട് ചേർന്ന് പ്രതികരിക്കാൻ, അതിനോട് ആമേൻ പറയാൻ എത്ര പേർ തയ്യാറുണ്ട്? ഇന്ന് പകൽ അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിന് സംഭവിക്കുമ്പോൾ ഇവിടെ വന്നതുകൊണ്ടാ, ഇങ്ങനെ ആയതുകൊണ്ടാ, ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ അങ്ങനെ ആയാനെ, ഇങ്ങനെ ആയാനെന്ന് പറഞ്ഞിരിക്കാതെ ഇന്ന് പകൽ നിന്റെ ജീവിതത്തിനകത്ത് ഇന്ന് വന്ന ശോധനയെ നോക്കിക്കൊണ്ട് ആത്മാവിൽ പ്രതികരിക്കുക. ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിനകത്ത് സംഭവിച്ചിട്ടില്ല. അവൻ അറിയാതെ ഒന്നും തിന്മയ്ക്കായി ചെയ്യുന്ന കർത്താവല്ല, നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെങ്കിൽ അത് ഞാൻ വിശ്വസിക്കുക. എൻ്റെ ജീവിതത്തിനകത്ത് ഇന്ന് കാണുന്ന പ്രതിസന്ധിയെ നന്മയ്ക്കായി മാറ്റുന്നൊരു കർത്താവിൻ്റെ കാര്യം ഇന്ന് പകൽ എനിക്ക് വേണ്ടി ചലിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആ കാര്യങ്ങളേക്ക് തൊട്ട് ആത്മാവിൽ അല്പസമയം ദൈവത്തെ സ്തുതിച്ചാൽ. ഇപ്പം നോക്കിയേ, മോശ അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് മിദ്യാനിൽ ചെന്നേക്കാം. കൊട്ടാരത്തിൽ താമസിക്കുന്ന, കൊട്ടാരത്തിൻ്റെ സൗകര്യങ്ങൾ അനുഭവിച്ചിട്ടുള്ള, നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പുള്ളപ്പോൾ തണുപ്പ് കൊള്ളണ്ടെന്ന് വിചാരിച്ച് ഹീറ്റിംഗ് നന്നായി ഓണാക്കി കൊടുത്തിട്ടുള്ള, പൊടിയടിക്കാതിരിക്കാൻ വേണ്ടി പൊടിയിൽ അലർജികളുണ്ട് മറ്റേ കാർപ്പറ്റ് മാറ്റി നല്ല ഫ്ലോർ ചെയ്തിട്ടുള്ള വീട്ടിൽ നിന്ന്, സകലാധുനിക സൗകര്യങ്ങളുള്ള ഭവനത്തിൽ നിന്ന് ഇപ്പോൾ മോശ പുറപ്പെടുകയാണ്. എവിടോട്ടാ? മിദ്യാനിലേക്ക്. അവിടെ ഇതുപോലത്തെ ഒരു ഭവനത്തിനകത്തോട്ട് കയറി താമസിക്കാനല്ല പോയത്, അവിടെ ചെന്നിട്ട് യിത്രോവിൻ്റെ ആടുകളെ മേയ്ക്കാനാണ്. ഹലോ, മിദ്യാനിലെ അനുഭവം ചൂടേറിയതാ. മിദ്യാൻ്റെ അനുഭവം അല്പം ശോധന നിറഞ്ഞതാ. മിദ്യാൻ്റെ അനുഭവം അല്പം കാഠിന്യം കൂടിയതാ. ഇന്നുവരെ ചെയ്യാത്തൊരു ജോലിയാണ് ആടിനെ മേക്കല്. വലിയ സുഖമൊന്നുമില്ല പുള്ളിക്ക്. പക്ഷെ 40 വർഷം, 1-2 അല്ല. 1-2 ആയിരുന്നെങ്കിൽ പറയായിരുന്നു, ഓ നമ്മളിവിടെ വന്നിട്ട് 3 വർഷമായപ്പോഴത്തേനും മടുത്ത് പോവുക, ഒരു രക്ഷയില്ല, ഇതിലും നല്ലത്. ഒന്ന് പറയുന്നേ, നിങ്ങൾ പ്രതികരിക്കേ. ആരെയൊക്കെ ബലപ്പെടുത്താൻ വേണ്ടിയ കർത്താവ് ഇത്. ഞാൻ ഇതൊന്നും എഴുതി വെച്ചിട്ടൊന്നും വന്നതല്ല, ഇത് എഴുതി വെച്ചേക്കുന്ന സാധനമൊക്കെ വേറെയാണ്. മിദ്യാൻ്റെ അനുഭവത്തിലൂടെ പോകുമ്പോഴും
ഇന്ന് പകൽ ആത്മാവിൽ നിങ്ങൾ അതിനെ നോക്കി പ്രവചിക്കാൻ തയ്യാറുണ്ടോ? ഈ മിദ്യാൻ്റെ അനുഭവത്തിലും എന്നെ ചിലത് പഠിപ്പിക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയാം. ഈ രാജ്യത്തേക്ക് ഇഷ്ടമില്ലാതെ വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇഷ്ടമില്ലാതെ ഈ രാജ്യത്ത് വന്നിട്ടും തിരിച്ചു പോകാൻ പ്ലാൻ ചെയ്ത് ടിക്കറ്റ് വരെ എടുത്തൊരു വ്യക്തിയാണ്. എന്നിട്ട് ഇന്ന് പകലിൽ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് ദൂത് കൈമാറുന്നു. എന്തിനെ നോക്കി നെഗറ്റീവ് പറഞ്ഞിരുന്ന എന്നെക്കൊണ്ട് പോസിറ്റീവായി ചിന്തിപ്പിക്കാൻ വേണ്ടി കർത്താവിൻ്റെ ശരീരത്തെ വരെ തൊട്ടെങ്കിൽ, പ്രാണനെ ഒഴിച്ച് ശരീരത്തെ വരെ തൊട്ടെങ്കിൽ, ഇന്ന് പകൽ ആത്മാവിൽ നിങ്ങളോട് കൈമാറുന്നു. മിദ്യാൻ്റെ അനുഭവങ്ങൾ വന്നോട്ടെ, നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ വന്നോട്ടെ. ചൂട് സഹിക്കാൻ വയ്യാതെ ആടിൻ്റെ പിന്നാലെ ഓടുന്നത് പോലെ ഓടി നടന്നോട്ടെ. കാൽക്കാശിന് വിലയില്ല, കാൽക്കാശിന് ഗുണമില്ലെന്ന് പറഞ്ഞോട്ടെ. പക്ഷേ ഇന്ന് പകൽ ആത്മാവിൽ നിങ്ങൾ അതിനെ നോക്കി പറയണം, ഈ മിദ്യാൻ്റെ അനുഭവത്തിൽ ചിലത് എന്നെ കൊണ്ട് പഠിപ്പിച്ചെടുക്കാനുണ്ട്. ഈ ദേശത്ത് ചിലതിനെ, മിസ്സേമിൻ്റെ അനുഭവത്തിൽ കിടക്കുന്ന ചിലതിനെ എനിക്ക് ഇവിടുന്ന് പൊക്കിക്കൊണ്ടുവരണമെങ്കിൽ ഈ മിദ്യാന് മണ്ണിനകത്ത്, ഈ UK മണ്ണിനകത്ത് മിദ്യാനിൻ്റെ അനുഭവം പോലെ ചിലതെന്നെ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണെന്ന് ആത്മാവിൽ എത്ര പേർ അതിനെ നോക്കി പ്രവചിക്കാൻ തയ്യാറുണ്ട്? മിദ്യാൻ്റെ അനുഭവങ്ങൾ വന്നാലും എന്നെ അവിടെ നിന്ന് പൊക്കി എൻ്റെ വാഗ്ദത്തത്തിൻ്റെ അകത്തേക്ക് എന്നെ കടത്തുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്? അങ്ങനെയുള്ള ചേർന്നൊന്ന് പറയാൻ കഴിയുമോ? യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്ന 40 വർഷം മോശ എന്ന ഒരുവൻ 40 വർഷം ആടിൻ്റെ പിന്നാലെ ഓടുമ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദത്തം അവനോട് നിറവേറേണ്ട സമയമായപ്പോൾ മിദ്യാനിൽ നിന്ന് പൊക്കിയെടുത്ത് ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് എവിടെ നിന്ന് ഒളിച്ചോടിയോ അതേ കൊട്ടാരത്തിനകത്ത് കൊണ്ടുവന്നിട്ട് ദൈവിക ദൂത കൊട്ടാരത്തിനകത്ത് കൈമാറിയെങ്കിൽ ഇന്ന് പകൽ മിദ്യാന്റെ അനുഭവത്തിനകത്ത് നിൽക്കുന്ന സ്നേഹിത നിന്നെ നോക്കി ആത്മാവിൽ ദൂത് കൈമാറുകയാ. മിദ്യാന്റെ അനുഭവത്തിൽ നിന്ന് കൊട്ടാരത്തിനകത്ത് ദൂത് പറയത്തക്ക നിലവാരത്തിൽ നിന്നിലൂടെ ചില ദൈവ പ്രവർത്തികൾ അയക്കേണ്ടതിന് വേണ്ടിയാ നിന്നെ മിദ്യാനിൽ കൊണ്ടിട്ടിരിക്കുന്നതെന്നേ. മിദ്യാൻ്റെ അനുഭവം നോക്കി ഭാരപ്പെടരുത് കേട്ടോ. മിദ്യാൻ്റെ അനുഭവം നോക്കി നിരാശപ്പെടണ്ട. അവിടെ നിന്ന് നിന്നെ കൊട്ടാരത്തിനകത്ത് കൊണ്ടുവന്നിട്ട് ദൂത് പറയിക്കുന്ന സമയം വിദൂരമല്ലെന്ന് ആത്മാവിൽ നിങ്ങളെ നോക്കി പ്രവചനാത്മാവിൽ ദൂത് കൈമാറുകയാ. മിഥ്യാൻ്റെ അനുഭവത്തിൽ നിന്ന് കൊട്ടാരത്തിനകത്ത് ദൂത് പറയിട്ട് അതിനകത്ത് ചില അത്ഭുതങ്ങൾ ചെയ്ത് ജനത്തെ തിരിച്ചു കളയുന്ന ഒരു ആത്മശക്തിയാണ്. ജനത്തിനെ ആ അന്ധകാരത്തിൻ്റെ ശക്തിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ ചിലതിലേക്ക് കൈമാറുകയാ. എത്ര പേർ അതിനെ സ്വീകരിക്കാൻ തയ്യാറുണ്ട്? ഇന്ന് പറ, മോശം മിഥ്യാനിലെ നന്മയേക്കാൾ, മിഥ്യാനിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാളും കൊട്ടാരത്തിനകത്ത് ചിലതിനെ ബോധ്യം വരുത്തുന്ന, ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ബോധം വരുത്തുന്ന നിലവാരത്തിൽ ഒരു ദൈവിക ശുശ്രൂഷ അവനെ കൊണ്ട് ചെയ്തെടുക്കുവാൻ ദൈവം വിശ്വസ്തനായിരുന്നെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് UK പട്ടണത്തിനകത്ത് എന്നെ വർദ്ധിപ്പിക്കില്ലെന്നും എനിക്ക് ഒരു നന്മ കാണത്തില്ലെന്നോ ആരൊക്കെ വിധി പറഞ്ഞാലോ, ആത്മസാന്നിധ്യം അനുഭവിച്ച നീ അതിനെ നോക്കി വിധി പറ. ആത്മസാന്നിധ്യം അനുഭവിക്കുന്ന നീ നിന്റെ നാവുകളിൽ നിന്ന് ഒന്ന് വിളിച്ചു പറ, ഈ മിഥ്യാന അനുഭവത്തിൽ നിന്ന് സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക്, ഈ മിഥ്യാനിന്റെ അനുഭവത്തിൽ നിന്ന് ദൈവിക വിടുതലിന്റെ അനുഭവത്തിലേക്ക്, ഈ മിഥ്യാന ഞെരുക്കത്തിന്റെ അനുഭവത്തിൽ നിന്ന് ദൈവ ശബ്ദം കൈമാറുന്ന അനുഭവത്തിലേക്ക് എന്നെ കൊണ്ടുവരുന്ന ഒരു കർത്താവിന്റെ സാന്നിധ്യമാണെന്ന് വിശ്വസിക്കുന്നവർ ആ കാലങ്ങളിലേക്ക് തട്ടി കർത്താവിന്റെ മഹത്വം കൊടുത്താണ്. ഒരു കാര്യം പറയാതെ പോകാൻ വയ്യ. മിഥ്യാനിന്റെ അകത്തെ അനുഭവമാണെങ്കിലും മോശയോട് ദൈവം സംസാരിക്കുമായിരുന്നു. നമ്മുടെയൊക്കെ പ്രശ്നം മിഥ്യാൻ്റെ അനുഭവം വന്ന പിന്നെ ദൈവവും ഇല്ല, പട്ടവും ഇല്ല, പറിച്ചവും ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചർച്ച പോലും കാണത്തില്ല. ഒളിച്ചോടുകയല്ലായിരുന്നു. ആ ദൈവ സാന്നിധ്യം കണ്ടപ്പോൾ, ഒരു ചെറിയ തീയായിട്ട് കണ്ടപ്പോൾ, അത് എന്തെന്നറിയാൻ മോശ അങ്ങോട്ട് കയറി ചെന്നെങ്കിൽ, ആത്മസാന്നിധ്യം നടക്കുമ്പോൾ, ആത്മസാന്നിധ്യത്തിൻ്റെ തീ കത്തുമ്പോൾ അതിനകത്തേക്കൊന്ന് കയറി ചെല്ലാൻ എത്ര പേർക്ക് അകത്തളങ്ങളിൽ ആഗ്രഹമുണ്ട്? ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? മറുത്ത് നിൽക്കാതെ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി എത്ര പേർ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്? ചോദ്യം, മോശയ്ക്ക് വേണമെങ്കിൽ ആ തീ കത്തുന്നിടത്തേക്ക് കയറിപ്പോകാതെ ആടിന് തീറ്റായിരുന്നല്ലേ?
രണ്ട് കാര്യങ്ങൾ മിനിമം സംഭവിക്കാം. ആടിനെ ഇട്ടേച്ച് കയറിപ്പോകുമ്പോൾ കുറച്ചെണ്ണം വഴി തെറ്റി വേറെ വഴിക്ക് പോകാം. ക്ലിയർ? കുറച്ചാടുകൾ എന്താണെങ്കിലും അവരുടെ വഴിക്ക് വിട്ടുണ്ടാവും. ചിലതിന് എന്ത് ചെയ്യും? ആരെങ്കിലും കൊണ്ടുപോകാനും സാധ്യതയുണ്ട്. പക്ഷെ മോശയുടെ പ്രശ്നം ആടല്ലായിരുന്നു. മോശയുടെ പ്രശ്നം തീ എന്തെന്ന് കാണുന്ന ആത്മീയ അർത്ഥത്തിലേക്ക് ഞാൻ പറയാൻ പോവുക. നിന്റെ പ്രശ്നം ജോലിയാകരുത്, നിന്റെ പ്രശ്നം ആത്മസാന്നിധ്യം അനുഭവിക്കുക എന്നുള്ളതായിരിക്കണം. നിന്റെ പ്രശ്നം വിസയുടെ പ്രശ്നം ആകരുത്, നിന്റെ പ്രശ്നം ദൈവ സാന്നിധ്യത്തിലേക്ക് എങ്ങനെ കയറാമെന്നുള്ളതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ കൊന്നിട്ട് പോന്നിടത്തേക്ക് ചെന്നാലും ഒരുത്തനും നിന്റെ നെരുനാവാനക്കത്തില്ല. കൊട്ടാരത്തിനകത്ത് ഒരുത്തനെയാ തല്ലിക്കൊന്നിട്ട് കുഴിച്ചിട്ടത്. അതേ കൊട്ടാരത്തിനകത്ത് ചെല്ലുമ്പോഴും ഓർമ്മ കാണത്തില്ല അച്ഛാ പിടിച്ച് കൊല്ലാൻ. ഹലോ, ഉറപ്പായിട്ടും വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴേ കത്തി കയറ്റും. പക്ഷേ അതേ കൊട്ടാരത്തിനകത്ത് മോശ വന്നിട്ട് പറഞ്ഞു എൻ്റെ ജനത്തെ വിട്ടുതരാൻ. അതാ നീ അഭിഷേകത്തിൽ കയറിയുള്ള ഗുണം. ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ പ്രശ്നത്തെ നോക്കിയിട്ട് നിൽക്കാനല്ല, ആ ദൈവ സാന്നിധ്യം ഇന്ന് പകൽ എനിക്കൊന്ന് അനുഭവിക്കണമെന്ന്. എൻ്റെ പ്രശ്നത്തിനകത്ത് പരാജയ ശബ്ദം കേട്ടേച്ച് അവിടം കൊണ്ട് അവസാനിച്ചുവെന്ന് മിസ്രൈമിൽ നിന്ന് ആരൊക്കെയോ വരുന്നുണ്ട്, ഇനി തിരിച്ചു തന്നെ എന്നെ തല്ലിക്കൊല്ലുമെന്നുള്ള ഭീതിയോടെയൊന്നും അല്ല അവിടെ ചെന്നത്. അങ്ങോട്ട് ചെന്നിട്ട് ദൈവശബ്ദം എന്താണോ അത് കൈമാറുകയാ മോശ. അങ്ങനെയെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒറ്റ കാരണം, ആ പർവ്വതത്തിൻ്റെ മുകളിൽ കണ്ട ദൈവശബ്ദവും പർവ്വതത്തിൻ്റെ മുകളിൽ കണ്ട അതിനെ ഇങ്ങനെ ഞാൻ പറഞ്ഞു ആത്മസാന്നിധ്യവും അനുഭവിച്ച മോശയ്ക്ക് പിന്നെ ഒന്നിനെപ്പറ്റിയും പേടിയുണ്ടായിരുന്നില്ല. ഇന്ന് പകൽ അങ്ങനെ ഒരു ആത്മസാന്നിധ്യം എത്ര പേർ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്? ഇന്ന് പകൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സർവ്വബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ടെന്ന്. നിങ്ങളുടെ നാവിൽ തന്നിരിക്കുന്ന അധികാരം, നിങ്ങൾ നാവിൽ പറയുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടുമെങ്കിൽ, നിങ്ങളുടെ നാവിൽ നിങ്ങൾ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടുമെങ്കിൽ, നിങ്ങളുടെ നാവിൽ തന്ന അധികാരത്തിൽ നിങ്ങൾ ഒന്നിനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് സ്വർഗത്തിൽ കിട്ടപ്പെടുമെങ്കിൽ, ഇന്ന് പകൽ ആത്മാവിൽ ഒന്ന് പ്രതികരിക്കാൻ എത്ര പേർ തയ്യാറാകുന്നുണ്ട്? ഇന്ന് പകൽ അങ്ങനെയുള്ള സ്വർഗം ചിലത് ചെയ്യാൻ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത്, അങ്ങനെയുള്ളതിനെയാ ചിലതിനെയാ ദൈവം മിദ്യാനിൽ നിന്ന് മിസ്രൈമിലേക്ക് അയക്കുന്നതെന്ന്. ദൈവം ഉപയോഗിക്കാൻ പോകുന്ന ഒരുത്തൻ ആദ്യം തളർന്നു പോയേക്കാം. ദൈവം ഉപയോഗിക്കാൻ പോകുന്ന ഒരുത്തൻ ആദ്യം തളർന്ന് ഇപ്പോൾ അവസാനിക്കുമെന്ന് ലോകം വിധി പറഞ്ഞേക്കാം. എന്നാൽ ഇന്ന് പകലിൽ ആ തളർച്ചയ്ക്കകത്തും ദൈവം അവനെ പണിത്, ദൈവം അവനെ ഉപയോഗിച്ച് ചിലതിന് വേണ്ടി ഉദ്ധരിച്ച് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ദൈവം അവനെ പഠിപ്പിക്കുന്ന പാഠശാലയെ സഹോദരത് ഇന്ന് പകലിൽ നിന്റെ പാഠശാലയെ ഇത് ഈ ശോധന, നിന്റെ പാഠശാലയ്ക്കകത്ത് ഈ ശോധന വന്നേക്കാം. പക്ഷെ ഇന്ന് പകൽ ആത്മാവിൽ നീ വിളിച്ചു വന്ന മോശയെ കർത്താവ് പുറത്തു കൊണ്ടുവന്നതുപോലെ ആ ശോധനയ്ക്കകത്തുനിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു പകലായി ഇത് മാറുമെന്ന് ആത്മാവിൽ വിശ്വസിക്കുന്നവർ ആത്മാവിൽ ഒന്ന് പ്രതികരിക്കുന്ന പകലിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മോശയുടെ കാലം അതേടെ ഇനി അവൻ്റെ പേരൊന്നും ആരും അറിയാൻ പോകുന്നില്ല. ഒരുപക്ഷെ മിദ്യാനിലേക്ക് ഓടിപ്പോയതൊക്കെ ആരെങ്കിലും ഒന്ന് അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുക. അവിടെ നിന്ന് അങ്ങനെയൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിലും നമ്മുടെ ഭാഷയിൽ പറയുക, നമ്മുടെ ഇവിടെ നിന്ന് പോയ പലരെയും നമ്മൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട്, അവരുടെ വിശേഷങ്ങൾ തിരക്കാറുണ്ട്, എങ്ങനെയുണ്ട്, ഏതാണ്, ഒക്കെയാണ് എന്നൊക്കെ അന്വേഷിക്കാറുണ്ട്. മോശ മിദ്യാനിലേക്ക് പോയപ്പോൾ തീർച്ചയായും ആരെങ്കിലുമൊക്കെ വാർത്തകൾ അറിയാൻ സാധ്യതയുണ്ടായിരിക്കാം. ഒരു പക്ഷെ ഞാൻ എൻ്റെ ഭാവനയിൽ ഞാനങ്ങ് പറയുകയാണ്, നമ്മളടക്കം പറയുമായിരിക്കും. ഞാനാണെങ്കിൽ പറയുക, മോശ മിദ്യാനിലുണ്ട്, നല്ല സൗകര്യത്തോടെ
നല്ല രീതിയിൽ ജീവിച്ചൊരു ചെറുക്കനാണ്. അവൻ്റെ അപ്പനും അമ്മയൊക്കെ നല്ലൊരു മനുഷ്യരാണ്. ഇവൻ മാത്രം എന്തോ ഇങ്ങനെ തലതിരിഞ്ഞു പോയെന്ന് അറിയത്തില്ല. എന്നിട്ട് പറയുന്ന അവസാന ഒരു സെൻറ്റൻസ് ഉണ്ട്, അവൻ്റെ അപ്പൻ്റെ അമ്മയുടെ വളർത്തു ദോഷമാകാനാണ് സാധ്യത. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? വളർത്തു ദോഷമാവാനാ? അല്ലെങ്കിൽ ഇപ്പം ഇത്രയും പ്രായമുള്ള ഒരുത്തൻ ആ ചെറുപ്പക്കാരനെ കൊല്ലേണ്ട വല്ല ആവശ്യമുണ്ടോ? പറഞ്ഞു വിട്ടാൽ പോരായിരുന്നു, അവനെ കൊല്ലേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു. ഇപ്പം എന്തായി? ഒറ്റ പറഞ്ഞേ ഉള്ളൂ, അതിനിപ്പം എന്തേയില്ല, ഇപ്പം ഒളിച്ചോടി പറക്കുക. എന്നാൽ നല്ല ജോലിയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇപ്പം അവിടെ പോയിട്ട് എന്ത് ചെയ്യുക? ആടിനെ നല്ല വല്ല ജോലിയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ചോണ്ട പോലെ. ഇപ്പം അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുക? കഷ്ടപ്പെടുക. നിന്നെ നോക്കി ആരെങ്കിലുമൊക്കെ അങ്ങനെ വിധി പറഞ്ഞാലും ആത്മനിർവ്വ പ്രാപിച്ച നീ അതിനെ നോക്കി പറയണം, എൻ്റെ ജീവിതത്തിനകത്ത് ദൈവം അയച്ചത് തിന്മയ്ക്കല്ല, ഞാൻ അറിയാതെ വന്നതാണെങ്കിലും എന്നെ കർത്താവ് അതിനകത്തിട്ടിട്ട് പൂട്ടിയിട്ട് സീല് വെച്ചിട്ട് ജയം ജയം ഹല്ലേലൂയ പറയുന്നൊരു കർത്താവല്ല, എന്നെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് പാറമേൽ ഉറപ്പിച്ച് നിർത്തിയിട്ട് അവിടെ ജയം ജയം ഹല്ലേലൂയ പാടിക്കുന്നൊരു കർത്താവ് എന്നോട് കൂടെയുള്ളതെന്ന് വിശ്വസിക്കുന്ന അതരങ്ങളെ തുറന്ന് അല്പസമയങ്ങളെ കരങ്ങളേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിനൊന്ന് മഹത്വം കൊടുത്തേ. ഇന്ന് പകലിൽ ആ ശോധനയ്ക്കകത്തിട്ട് പൂട്ടിയേച്ച് എന്നെ കൊണ്ട് ചെയ്യേണ്ട പരിപാടിയൊക്കെ കഴിഞ്ഞു, നീ എന്നെ ചെയ്യ് എന്ന് പറഞ്ഞ് വിട്ടേച്ച് പോകുന്ന കർത്താവല്ല ആൽവിനെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, നിനക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുള്ള കർത്താവ് ആ ശോധനയ്ക്കകത്ത് നിന്ന് പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുമെന്ന് വാഗ്ദത്തം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റുവാൻ ശക്തനായ ഒരുവനെയാണ് ഇന്ന് പകൽ ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. മറ്റൊരു വ്യക്തിയും കൂടെ ഞാൻ ഉദാഹരണം പറയാം. ഒരുത്തൻ കാടിനകത്ത് കിടക്കുക, വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഗസ്റ്റ് വന്നിങ്ങനെ ഇരിക്കുക, ഗസ്റ്റിന് ചില ഉത്തരവാദിത്തങ്ങളും കൊടുത്തിട്ടുണ്ട്. നോക്കിയിരിക്കുമ്പം മക്കളെയൊക്കെ വിളിക്കും, മക്കളൊക്കെ ഏതാ, എവിടെയാ അച്ഛാ, സുഖമായിരിക്കുന്ന മക്കളൊക്കെ എവിടെയാ, കാനഡയിലാണോ, എവിടെയാ, എന്നാ ജോലി, ഒക്കെ ആണോ എന്നൊക്കെ ഗസ്റ്റ് ചോദിച്ചുകൊണ്ടിരിക്കുക. അവസാനം ഗസ്റ്റ് വന്ന, നിൻ്റെ മക്കളെല്ലാവരും കഴിഞ്ഞോ എന്നൊരു ചോദ്യം. നമ്മുടെ വീടുകളിലും ഗസ്റ്റ് വരുമ്പോഴത്തേനും മക്കൾ എന്തിയാ അച്ഛാന്ന് ചോദിക്കുമ്പം മൂത്ത മോൻ അമേരിക്കയിലും രണ്ടാമത്തെ മോൻ കാനഡയിലും മൂന്നാമത്തെ മോൻ UK-യിലും മറ്റോ ഇളയവൻ ഒരുത്തനുണ്ട്, അവൻ നാട്ടിൽ. അവൻ എന്നാ പരിപാടി? അവൻ എൻ്റെ ചെറിയ ബിസിനസ്സൊക്കെ ആയിട്ട് ഇവിടെ അങ്ങ്. അപ്പം അവനെ അയച്ചില്ലായിരുന്നു. അവനെ അവിടെയൊന്നും പോകാൻ താല്പര്യം, ചേട്ടന്മാരൊക്കെ അവിടെ ആയതുകൊണ്ട് പിന്നെ വീട്ടിൽ നോക്കാനാ, ഞങ്ങളെ നോക്കാൻ ആരെങ്കിലും. നാട്ടിലെ പല്ലവി പറഞ്ഞതാച്ചാ, ഗസ്റ്റ് പറഞ്ഞ മറുപടി, അവനെ വിളിച്ചു കൊണ്ടുവാ, അവനെ വിളിച്ചിട്ട് വാ. പ്രവാചകൻ പറയുക, അവൻ വന്നിട്ടല്ലാതെ ഇന്ന് ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങത്തില്ല. എടാ, വാഗ്ദത്തമുള്ളവൻ കാട്ടിക്കിടന്നാലും വീട്ടിൽ കൊണ്ടുവന്നിട്ട് വാഗ്ദത്തം നിൻ്റെ തലയിൽ കൈമാറും. ഒരിക്കൽ കൂടെ ഞാൻ ആ പദം കൈമാറാൻ ആഗ്രഹിക്കുന്നു. വാഗ്ദത്തമുള്ളവൻ കാടിൻ്റെ അകത്തളങ്ങളിൽ അടയ്ക്കപ്പെട്ട് കിടന്നാലും വാഗ്ദത്തമുള്ളവനെ ഭവനത്തിനകത്ത് വിളിച്ചു വരുത്തിയിട്ട് അഭിഷേകം അവൻ്റെ തലമേൽ കൈമാറുന്നവനാ എൻ്റെ കർത്താവ്. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായവനാ. നോക്കിക്കേ, ദൈവത്തിൻ്റെ ദൂത് ശമൂവേൽ ദാവീദിനോട് കൈമാറി. അതുവരെ ഒരു പ്രശ്നവും അനുഭവിക്കാത്ത ഒരുത്തൻ പിന്നീട് അങ്ങോട്ട് പറഞ്ഞാൽ നിലം താഴം തൊടാതെ ഓടുകയായിരുന്നു. ശരിയാണോ? ശൗല് എത്ര പ്രാവശ്യം പിടിച്ചു, എത്ര പ്രാവശ്യം കാടിനകത്തോടെ ഓടി, ഫിലിസ്തരുടെ മുമ്പിൽ ചെന്ന് ചാടുന്നു. ഞാനൊരു ചോദ്യം
നിങ്ങൾക്ക് വിഷമം തോന്നിയാലും അങ്ങോട്ട് കൈമാറുക. ഇതിനൊക്കെ കാരണം അഭിഷേകതലം വീണതല്ലേ മക്കളെ? കൂടുതലായിട്ട് നമ്മുടെ സഭകളിലൊക്കെ പറഞ്ഞു വരുന്നൊരു പദം ഞാനങ്ങ് പറയുക, ദയവായി നിങ്ങളങ്ങ് ക്ഷമിച്ചേക്ക്. ഇനി അതെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സഭായം കഴിയുമ്പോൾ എൻ്റെ അടുത്തോട്ട് വന്നാലും മതി. പാസ്റ്റർ, ഈ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുകയും കൂടുതലായിട്ട് ആരാധിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ പ്രശ്നം വരണം. അതുകൊണ്ട് എങ്ങനെയാ അഭിലാഷേ, ഒരു മയത്തിനങ്ങോട്ട് 50-50. ഞാനതിന് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനാവാൻ പ്രായം ഉണ്ടായിട്ടും ഇപ്പോഴും പാല് തന്നെ ശരണം. നിന്നെ കൊണ്ടുപോകാനല്ല കർത്താവ് വരുന്നത്. ഹലോ, വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളരുന്ന നിന്നെ കൊണ്ടുപോകാനാ കർത്താവ് വരുന്നേ. ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ ഇരിക്കുന്ന നിന്നെ കൊണ്ടുപോകാനല്ല കർത്താവ് വരുന്നത്, വളർച്ചയുള്ള ഒന്നിനെ കൊണ്ടുപോകാനാ. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ കുഞ്ഞിന് 2 വയസ്സുള്ളൂ. ലിൻസിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിന് 1 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. ഈ കുഞ്ഞിനൊക്കെ പാല് എപ്പോൾ കൊടുക്കുന്നത്? എൻ്റെ കൊച്ചിന് ഞാനിപ്പോൾ 2 വയസ്സായപ്പോഴത്തേനും ചോറ് കൊടുത്തു തുടങ്ങി. കഞ്ഞിയാക്കിയിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 3 വയസ്സാകുമ്പോൾ തൊട്ട് കട്ടിയായത്, ഇച്ചിരിയും കൂടെ കട്ടിയായത് കൊടുത്തു തുടങ്ങും. എൻ്റെ കൂടെ ഉണ്ടോ? എത്ര പേര് അങ്ങനെ ഒരു ആത്മീകാഹാരം കഴിക്കുന്നുണ്ടച്ചാ? വന്നിട്ട് പെന്തക്കോസ്തിൽ വന്നിട്ട് 30, 25, 40 വർഷം ആയില്ലേ? ജനിച്ചു വളർന്നത് പെന്തക്കോസ്തിനകത്താന്ന് അഭിമാനത്തോടെ ഈറ്റില്ലം കൊള്ളുന്നില്ലേ? ഞങ്ങളുടെ മാരാമൻ കൺവെൻഷൻ, ഞങ്ങളുടെ കുമ്പനാട് കൺവെൻഷൻ, ഞങ്ങളുടെ ആ കൺവെൻഷൻ, ഈ കൺവെൻഷൻ ഞങ്ങളുടെ മുറ്റത്ത് വെച്ച് നടത്തിയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതെന്നൊക്കെ 1000 നാവിൽ പറയുമ്പോൾ ഞാൻ നിങ്ങളോട് ആത്മാവിൽ കൈമാറുന്നു. എവിടെയുണ്ട് വളർച്ച? ആത്മാവിലുള്ള വളർച്ച എവിടെ എത്തി നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അടുത്ത ഭാഗത്തിലേക്ക് കയറാൻ പോവുക. എൻ്റെ ദൂത് അതല്ലാത്തതുകൊണ്ട് ദാവീദിനോട് ദൂത് പറഞ്ഞിട്ടും ആ ദൂത് നിറവേറാൻ പിന്നെയും വർഷങ്ങളെടുത്തു. എന്നിട്ടും ആ പീഡനത്തിനകത്തും പ്രതിസന്ധിക്കകത്തും കിടന്നട്ടം തിരിയുമ്പോഴും ദൈവത്തിൽ നിന്നും മാറാതെ ആ അഭിഷേകത്തെ ചുമക്കുന്ന, ക്യാരി ചെയ്യുന്നവനായിരുന്നു ദാവീദ്. നമ്മുടെ പ്രശ്നം, ആദ്യത്തെ 3 ദിവസം പ്രശ്നം വരുമ്പോൾ ഭയങ്കര പ്രഖ്യാപനവും ആത്മാവിൽ ആരാധനയും വചനധ്യാനവും ആയിരിക്കും. പ്രശ്നത്തിൻ്റെ കാഠിന്യം കൂടി ഒന്നും കൂടെ കൂടുമ്പോൾ എൻ്റെ പൊന്ന് കർത്താവേ, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഈ 3 ദിവസം ഉപവസിച്ചത്. ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയും ഞാൻ കാണുന്നില്ല. ഇനി നിൻ്റെ വഴി, ഇനി എൻ്റെ വഴി. പോകരുത് കേട്ടോ, മാറരുത് കേട്ടോ. പിടിച്ചു നിന്നാൽ ജീവകിരീടം നിനക്ക് ലഭിക്കും. പിടിച്ചു നിന്നാൽ അന്ത്യത്തോളം ശ്വാസം പോകുന്നത് വരെ പൊരുതി നിൽക്കാൻ തയ്യാറാണെങ്കിൽ വാഗ്ദത്തം കാണാതെ ഈ ഭൂമിയിൽ നിന്ന് നിന്റെ പേര് വിളിക്കത്തില്ല. അത് ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയാം. എന്നോട് പറഞ്ഞ ദൂത് ഈ 38-39 വർഷത്തിനിടയ്ക്ക് കർത്താവിന് ചെയ്തു തരാൻ വിശ്വസ്തനാണെങ്കിൽ ഞാൻ മറന്നുപോയതും ഞാൻ കേട്ട് തഴമ്പിച്ചതും പലതും നടക്കില്ലെന്ന് ലോകം എന്നെ നോക്കി പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്. എൻ്റെ പപ്പയുടെ മമ്മിയുടെ ഞങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് ഇവനൊന്നും ഗതി പിടിക്കത്തില്ലെന്ന്. എന്നാൽ ഇന്ന് ആത്മാവിൽ ഞങ്ങൾ അതിനെ പ്രഖ്യാപിക്കാൻ കഴിയും. ആത്മാവിൽ എനിക്ക് വിളിച്ചു പറയാൻ കഴിയും. എവിടെയാണോ നിന്ദിക്കപ്പെട്ടിട്ടുള്ളത്, എവിടെയാണോ തളയ്ക്കപ്പെടുമെന്ന് വിധി പറഞ്ഞിട്ടുള്ളത്, അവരെ തളച്ചു നിർത്തിയിട്ട് പുറത്തു കൊണ്ടുവരുവാൻ വിശ്വസ്തനായ വാഗ്ദത്തം പറഞ്ഞ കർത്താവ് പുറത്തു കൊണ്ടുവരുമെന്ന് വിധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിച്ചു തരാൻ വിശ്വസ്തനായതിനാ. പക്ഷെ ഒരു കാര്യം മറന്നു പോകരുത്, മടുത്തു പോകാതെ പ്രാർത്ഥിച്ചോണം. മടുത്തു പോകാതെ ദൈവസന്നിധിയിൽ നിന്നോണം. ദൈവത്തോട് പറയണം, അപ്പാ എന്നോട് പറഞ്ഞ വാഗ്ദത്ത കാലം നിറവേറേണ്ട സമയമായി കൊണ്ടിരിക്കുക, നീ എന്നെ പുറത്തു കൊണ്ടുവരണമെന്ന്. എത്ര
എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്? എൻ്റെ ശുശ്രൂഷയുടെ കാലം അവസാനിച്ചുമെന്ന് ലോകം വിധി പറഞ്ഞാലും, എൻ്റെ ഹൃദയത്തിൽ അത് പറഞ്ഞാലും, ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറയണം, എൻ്റെ ശുശ്രൂഷയെ തികച്ച് പുറത്തു കൊണ്ടുവരുന്ന ദിവസങ്ങൾ എൻ്റെ മുമ്പിലുണ്ടെന്ന്. ദേശത്തിൻ്റെ തലങ്ങും വിലങ്ങും എന്നെ ഉപയോഗിക്കുന്ന സമയങ്ങളുണ്ടെന്ന് ആത്മാവിൽ വിളിച്ചു പറഞ്ഞാൽ അതിനോട് എത്ര പേർ പ്രവചിക്കാൻ തയ്യാറുണ്ട്? അതിനോട് എത്ര പേർ പ്രതികരിക്കാൻ തയ്യാറുണ്ട്? അങ്ങനെയുള്ള ഹൃദയങ്ങളെയൊക്കെ തുറന്ന് പറ. ദാവീദിനെ ദുഷ്ടൻ ഓടിക്കുന്നത് പോലെ ശൗൽ ഓടിച്ചു കൊണ്ടിരിക്കുമ്പോഴും, രാജാവിൻ്റെ സ്ഥാനത്തേക്ക് വരുവാൻ ഒരു നിവൃത്തിയും ഇല്ലാതിരിക്കുമ്പോഴും, ദൈവത്തിൻ്റെ പദ്ധതി ദാവീദിന് മേൽ നിറവേറിട്ട് ശത്രുവിനെ നീക്കുന്നത് പോലെ ശൗലിനെ മാറ്റിയിട്ട് രാജാസനത്തിനകത്ത് അവനെ രാജാവാക്കി ഇരുത്തിയെങ്കിൽ ആത്മാവിൽ നിങ്ങളിലേക്ക് കൈമാറുകയാ. ദൂത് നിറവേറാൻ സാധ്യതകളില്ലെങ്കിലോ ആത്മസാന്നിധ്യം അനുഭവിക്കുന്ന നീ ആത്മാവിൽ അതിന് പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ, അതിനു വേണ്ടി നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ, നിനക്ക് വേണ്ടിയ വാഗ്ദത്തകാലം വെളിപ്പെടുന്നതെന്ന്. ദൈവം വാഗ്ദത്തം അയക്കുമ്പോൾ ആ വാഗ്ദത്തത്തിനകത്ത് വിശ്വസ്തയോടെ എന്നെ നിർത്തേണ്ടതിന് വേണ്ടി ചില പാഠശാലകളിലൂടെ കടത്തിവിടുന്ന ഈ ശോധന. ഒരിക്കൽ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ച് തന്ന വാഗ്ദത്തം, ആ വാഗ്ദത്തത്തിനകത്ത് വിശ്വസ്തയോടെ ഞാൻ നിൽക്കേണ്ടതിന് വേണ്ടി എനിക്ക് വേണ്ടി തരുന്ന പാഠശാലകളാണ് ഈ ശോധന. ഇന്ന് പകലും ഈ ശോധനയ്ക്കകത്തും വിളിച്ചു പറയണം, എന്നെ നന്നായി പഠിപ്പിക്കുന്ന, എന്നെ നന്നായി ശുശ്രൂഷിപ്പിക്കുന്ന, എന്നെ നന്നായി വളർത്തുന്ന ഒരു ശോധനയാ ഇതെന്ന് ആത്മാവിൽ പ്രതികരിക്കാൻ തയ്യാറുള്ള ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. യേശു നോക്കിക്കേ, അമ്മയപ്പന്മാർക്ക് കീഴ്പ്പെട്ട് ഇരുന്നു. അമ്മയപ്പന്മാർക്ക് യേശു ദൈവപുത്രനല്ലായിരുന്നോ? ആയിരുന്നു. പോയി അപ്പന്മാർക്ക്, അപ്പനും അമ്മയ്ക്കും കീഴ്പ്പെട്ടിരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. പോയി അങ്ങ് പ്രവർത്തിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ആ യേശു കർത്താവിന് പോലും ആ പിതാവിൻ്റെ ഇഷ്ടം നിറവേറാൻ വെയിറ്റ് ചെയ്യേണ്ടതായിരുന്നു. 30 വർഷം അപ്പൻ്റെ കൂടെ, 30 വർഷം കുടുംബത്തിൻ്റെ കൂടെ, 30 വർഷം തൻ്റെ പണികളോടുകൂടെ. യേശു കർത്താവിന് വരെ ഒരു ടൈം വെച്ചിട്ടുണ്ടായിരുന്നു പിതാവ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വാഗ്ദത്തകാലം നിറവേറാനും ചില ടൈം ഉണ്ട്. നിങ്ങളുടെ വാഗ്ദത്തം നിറവേറാൻ കുറച്ച് ടൈമുണ്ട്. ആ ടൈമിനകത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന് വാഗ്ദത്തം പറഞ്ഞത്, നിങ്ങൾ കാണുമെന്ന് വാഗ്ദത്തം പറഞ്ഞത്, അത് നിറവേറ്റി തരുവാൻ വിശ്വസ്തനായ ഒരു കർത്താവ് എന്നോട് കൂടെയുള്ളത്. അടുത്തൊരു ഭാഗം കൂടെ പറഞ്ഞു നിർത്താൻ പോവുക. വാഗ്ദത്തകാലം വന്നാൽ അതിനെ ആർക്കും തടയാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞത് വാഗ്ദത്തം ദൈവിക ഒരുക്കത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും കാലമാണെന്നുള്ളതാണ്. ഇനിയുള്ളത് വാഗ്ദത്തം വന്നാൽ അതിനെ ആർക്കും തടയാൻ കഴിയത്തില്ല. ആർക്കും തടയാൻ കഴിയത്തില്ല. 1, 2, 3 എന്ന് പറഞ്ഞ് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവാം. കൊട്ടാരത്തിനകത്ത് ഇപ്പോൾ ഒരു വലിയ ചർച്ച നടക്കുകയാണ്. ആര് വസ്തിക്ക് പകരം ഇനി ആര് എന്നൊരു ക്വസ്റ്റ്യൻ നടക്കുകയാണ്. ഒരിക്കൽ പോലും എസ്തേർ രാജാസനത്തിൽ രാജാവിൻ്റെ പത്നിയായി വരാൻ ഒരു സാധ്യതകളുമില്ല. പക്ഷേ എസ്തേറിന് ദൈവത്തിൻ്റെ കൃപ ഉണ്ടായിരുന്നതുകൊണ്ട്
രാജാവിന് അവളെ ഇഷ്ടപ്പെട്ടു. ഒരു കുലം മുഴുവൻ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ദുഷ്ടൻ പദ്ധതി ഒരുക്കുമ്പോഴാണ് ദൈവം തൻ്റെ കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കുന്നത് പോലെ കൊട്ടാരത്തിനകത്ത് എസ്തേറിനെ കയറ്റുന്നത്. യഹൂദന്മാരെ മുടിച്ചു കളയാൻ വേണ്ടി, യഹൂദന്മാരെ ഇല്ലായ്മ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുത്തൻ എഴുന്നേൽക്കാൻ പോകുന്നു എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ മറ്റൊരു സ്ഥാനത്തു കൂടെ യഹൂദന്മാരിൽ ഒരുത്തിയെ കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കുക. ദൂത് കൈമാറുന്നു. നശിക്കുമെന്ന് നിനക്ക് തോന്നിയാലും അപ്പുറത്ത് ജീവൻ നൽകാൻ ഒരുത്തനെ കർത്താവ് എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെന്ന്. നശിക്കുമെന്ന് ലോകം നിന്നെ നോക്കി വിധി പറഞ്ഞാലും, നിന്റെ ഹൃദയത്തിനകത്ത് നീ ചിന്തിച്ചാലും, നിനക്ക് ജീവൻ നൽകുന്ന ഒരുത്തനെ അപ്പുറത്ത് കർത്താവ് വഴി തുറന്നിട്ടുണ്ടെന്ന്. നിനക്ക് വേണ്ടി പുതു വഴി അപ്പുറത്ത് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടാ കർത്താവ് മറ്റൊന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പകൽ ആത്മ കണ്ണുകൾ കൊണ്ട് പ്രകാശിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ മാറായെ മധുരമാക്കുന്ന കർത്താവ് നിനക്ക് വേണ്ടി പുതുവഴി തുറന്നു തരുമെന്ന് ആത്മാവിൽ പ്രഖ്യാപിച്ചാൽ അതിനോട് എത്ര പേർ ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉയർത്തി ഒന്ന് ശക്തിയോടെ ആമേൻ പറഞ്ഞാട്ടെ. ഇതിനൊക്കെ വേണ്ടി ഒരുത്തൻ ഇവിടെ യഹൂദന്മാരെ മുടിച്ചു കളയുവാൻ ശത്രു എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അപ്പുറത്ത് യഹൂദന്മാരെ നശിപ്പിക്കുവാൻ നിൽക്കുന്നതിന് പകരം മറ്റൊരുത്തൻ യഹൂദന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി എഴുന്നേൽപ്പിക്കുക കർത്താവ്. അങ്ങനെയെങ്കിൽ എസ്തേറെ നിന്നെ രാജാസനത്തിൽ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം യഹൂദന്മാരുടെ രക്ഷയാണെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ ടെൽഫോർഡ് സഭയോട് കൈമാറുകയാ. ഇവിടെ നശിച്ചു മെകുന്ന ആരൊക്കെ വിധി പറഞ്ഞാലും നിന്നെ നോക്കി ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു. നിനക്ക് ചിലതിന് ജീവൻ നൽകേണ്ടതിന് വേണ്ടി, ചില പട്ടണങ്ങൾ ഉദ്ധരിക്കേണ്ടതിന് വേണ്ടി, ചില രാജ്യങ്ങൾക്കകത്ത് ദൈവപ്രവൃത്തി അയക്കേണ്ടതിന് വേണ്ടിയാ ഇന്ന് പകലിൽ നിന്നെ ഈ രാജാസനത്തിൽ കൊണ്ടുവന്നെന്ന് വിളിച്ചു പറഞ്ഞ ആത്മാവിൽ എത്ര പേർ അതിനോട് പ്രതികരിക്കാൻ തയ്യാറുണ്ട്? ഇവിടെ ഒരുത്തൻ നിൽക്കുകയാണ് അവരെ കൊല്ലാൻ വേണ്ടി, അധികാരപത്രം വാങ്ങാൻ വേണ്ടി. പക്ഷെ മറ്റൊരുത്തി ചെല്ലുകയാ കൊട്ടാരത്തിനകത്തേക്ക്. അവിടെ ചെല്ലുമ്പോൾ രാജാവിന് അവളോട് കൃപ തോന്നി. തൻ്റെ പൊൻചെങ്കോൾ നീട്ടി. നേരത്തെ അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നോ? ഇല്ല. എന്നാൽ പറഞ്ഞില്ല, ചെങ്കോൾ നീട്ടി. അവിടെ ദൈവത്തിൻ്റെ വഴി തുറന്നെങ്കിൽ സംതിങ് സ്പെഷ്യലായിട്ട് നിനക്ക് തുറക്കുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി സംഭവിക്കുന്നത് പോലെ സംഭവിക്കുന്നതല്ല ദൈവത്തിൻ്റെ പദ്ധതി. സംതിങ് ഡിഫറൻ്റ് ആയിട്ട്, സംതിങ് സ്പെഷ്യലായിട്ട് തുറക്കുന്ന നിനക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ വഴി എന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു വാചകമാണ്, എല്ലാവർക്കും തുറക്കുന്നത് പോലെയും എല്ലാവർക്കും ലഭിക്കുന്നത് പോലെയും എല്ലാവർക്കും കിട്ടുന്നത് പോലെയും കിട്ടാനാണെങ്കിൽ ഞാൻ പിന്നെ എന്തിന് ദൈവത്തെ സേവിക്കണം? മനസ്സിലായില്ലേ? എടാ, എല്ലാവർക്കും ലഭിക്കുന്നത് പോലെയും എല്ലാവർക്കും നൽകുന്നത് പോലെയും എല്ലാവർക്കും കിട്ടുന്നത് പോലെയും കിട്ടാനാണെങ്കിൽ ദൈവം എവിടെ? ഞാൻ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നുണ്ടെങ്കിൽ അത് ഡിഫറൻ്റ് ആയിരിക്കുന്നു. മറ്റുള്ളവർക്ക് ലഭിക്കുന്നത് പോലെയോ മറ്റുള്ളവർക്ക് കിട്ടുന്നത് പോലെയോ മറ്റുള്ളവർക്ക് കാണുന്നത് പോലെയോ അല്ല. എനിക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ലാത്തതാ, ചെവി കേട്ടിട്ടില്ലാത്തതാ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തതുമായ വഴികളാണെങ്കിൽ ഇന്ന് പകൽ എനിക്ക് വേണ്ടി സ്വർഗം തുറക്കുന്നത് അങ്ങനെയുള്ളതാണ്. ആൽവിനെ നിനക്ക് വേണ്ടി തുറക്കുന്നത് മനുഷ്യൻ കണ്ടിട്ടില്ലാത്തതാ, ചെവി കേട്ടിട്ടില്ലാത്തതാ, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നാത്തതുമായിട്ടുള്ള വഴികളാ. നിന്റെ വഴികളല്ല ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവത്തിൻ്റെ വഴികളും. വിശ്വസിക്കാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ മഹത്വം നീ കാണും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിന് ഇന്ന് പകല് ചില പുതുവഴികൾ കർത്താവ് തുറക്കാൻ പോകുകയാണ്. നശിപ്പിക്കപ്പെടുമെന്ന്, നശിപ്പിക്കുമെന്ന് ലോകം വിധി പറഞ്ഞാലും ദുഷ്ടൻ വിധി പറഞ്ഞാലും അങ്ങനെ ഒരു ജനത ഈ ഭൂമുഖത്ത് ഉണ്ടാകത്തില്ലെന്ന് ശത്രു വിധി പറഞ്ഞ് എത്ര വലിയ കഴുമരം ഉണ്ടാക്കിയാലും ആത്മസാന്നിധ്യം അനുഭവിക്കുന്ന നീ ദൈവ സാന്നിധ്യം നിന്നിട്ട് വിളിച്ചു പറ, എനിക്ക് വേണ്ടി വീരനെ പോലെ എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവിൻ്റെ കരമുണ്ടെന്ന്. ഏത് പ്രശ്നം വന്നോട്ടെ എന്നെ ഉന്മൂലനം ചെയ്ത് ഈ രാജ്യത്ത് നിന്ന് നാട് കടത്തുമെന്ന് ശത്രു വിധി പറഞ്ഞാലോ ആത്മനിറവ് പ്രാപിച്ച നീ അതിനെ നോക്കി വിളിച്ചു പറ, എന്നെ ഇവിടെ നിർത്തി മാനിക്കുന്ന ഒരു കർത്താവിൻ്റെ കാര്യം എനിക്ക് വേണ്ടി ഉയരത്തിലുണ്ടെന്ന്.
വാഗ്ദത്ത കാലം അടുത്തപ്പോൾ രാജാവിൻ്റെ ഹൃദയം നീർത്തോട് കണക്ക് തുറന്നു. അതുവരെ ഞെരുക്കിയിരുന്ന സകല യഹൂദന്മാരും ഇപ്പോൾ ഞെരുക്കിയവൻ്റെ നേരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇന്ന് പകലിൽ ആത്മസാന്നിധ്യത്തോടെ ഞാൻ വിളിച്ചു പറയുക, നിന്നെ ഞെരുക്കുന്ന ഫറവോന്യ ശക്തിയുടെ മുകളിൽ കയറിയിട്ട് ആത്മാവിൽ നീ അതിൽ നിന്ന് വെട്ടാൻ തയ്യാറാകുക. ഇന്ന് പകലിൽ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ നാവിൽ തന്നിരിക്കുന്ന അധികാരത്തോടെ ഒന്ന് വെട്ടാൻ തയ്യാറാണെങ്കിൽ, നിന്റെ നാവിൽ തന്ന അധികാരത്തിൽ നിന്ന് പ്രഖ്യാപിക്കാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് പകലിൽ നീ സംഹരിക്കപ്പെടും, നീ ഛേദിക്കപ്പെടും. ഈ ഭൂമുഖത്തു നിന്ന് നിന്റെ തല അറ്റുകളയുമെന്ന്, നിന്റെ പേർ ഇല്ലാതെയാകുമെന്ന് ലോകം നിന്നെ നോക്കി വിധി പറഞ്ഞാലും ആത്മസാന്നിധ്യം അനുഭവിക്കുന്ന നീ അതിനെ നോക്കി വിളിച്ചു പറ, ഇന്ന് പകൽ ദൈവം എന്നോട് പറഞ്ഞ ദൂത് ഇവിടെ നിർത്തി മാനിക്കുമെന്നാണെങ്കിൽ, അത് ഞാൻ അനുഭവിക്കുന്ന ദിവസങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്, അത് ഞാൻ കാണുന്ന ദിവസങ്ങൾ എൻ്റെ മുമ്പിലുണ്ടെന്ന് ഇന്ന് പകൽ ആരൊക്കെ വിധി പറഞ്ഞാലും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മധ്യയായവനായി എന്നെ വഴി നടത്തുന്ന ഒരു കർത്താവിൻ്റെ കരമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങളേക്ക് തട്ടി അല്പസമയങ്ങൾ ദൈവത്തെ കർത്താവിനെ സ്തുതിച്ചാട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ കർത്താവ് വർദ്ധനവിന്റെ ഒരു വർഷമായി ഇത് മാറട്ടെ, വർദ്ധിപ്പിക്കുന്ന ഒരു വർഷമായി ഇത് മാറട്ടെ. ആത്മാവിൽ ഞങ്ങൾ അതിനെ പ്രഖ്യാപിക്കുകയാണ്. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ കിടക്കുകയാണ്. കരങ്ങൾ രണ്ടും ആണികൾ അടയ്ക്കപ്പെട്ട്, കാലുകളിൽ ആണികൾ അടയ്ക്കപ്പെട്ടവനായി, വിലാപ്പുറത്ത് കുന്തത്താൽ തുളയ്ക്കപ്പെട്ടവനായിട്ട് യേശു കിടക്കുകയാണ്. കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് വിരൂപനായി, ഭയവും നാണവും തോന്നിക്കത്തക്ക നിലവാരത്തിൽ, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ കണ്ടാൽ ഭയം തോന്നുന്ന ഒരു വിരൂപമായ ഒരു ശരീരം. സന്നിധി സംഘം, പിലാത്തോസ്, കയ്യഫ തുടങ്ങിയ സകലരും പറഞ്ഞു, ഇതോടെ അവസാനിച്ചു. യഹൂദന്മാരുടെ രാജാവ് എന്നുള്ള മേലെഴുത്ത് വെച്ച് അവനെ കളിയാക്കുമ്പോൾ ശത്രു പറഞ്ഞു, ഇതോടെ അവസാനിച്ചു എന്ന്. പാപിയായിരുന്ന മനുഷ്യനെ വീണ്ടെടുക്കാൻ വന്ന ഒരുവൻ ഇതാ കാൽവരി ക്രൂശിൽ നാണം കെട്ട് കിടക്കുന്നെന്ന് ലോകം വിധി പറഞ്ഞു. പക്ഷെ കല്ലറയ്ക്കകത്ത് അടയ്ക്കപ്പെട്ട ഒരുവൻ മൂന്നാം നാൾ പുറത്തു വന്നിട്ട് പറഞ്ഞു, എന്നെ ഇവിടെ തളയ്ക്കാൻ കഴിയത്തില്ല. കാരണം തളയ്ക്കപ്പെട്ട ആൾ വാഗ്ദത്തം പ്രാപിച്ച ഒരു ജനത പുറത്ത് കിടപ്പുണ്ട്. ആ കഷ്ടതയ്ക്കകത്തുനിന്ന്, ആ പാപത്തിൻ്റെ ചെളിക്കകത്തുനിന്ന് പുറത്തു വരേണ്ട ഉത്തരവാദിത്വം എൻ്റെ മേലുള്ളതുകൊണ്ട് പിതാവിനെ അയച്ച വാഗ്ദത്തം നിറവേറണമെങ്കിൽ ഈ കാരാഗ്രഹത്തിനകത്ത്, ഈ ഗുഹയ്ക്കകത്ത് പെട്ട് മരിച്ച് അവിടെ കൊണ്ട് അവസാനിക്കേണ്ടതല്ല. ഞാൻ ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് പിതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്തു വരണം. കാരണം എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് അവൻ കാൽവരിയിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെങ്കിൽ അവൻ എനിക്ക് വേണ്ടി പക്ഷവാദം ചെയ്യേണ്ടതാണ് വാഗ്ദത്തമുള്ളത് കൊണ്ട് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ നിങ്ങളോട് കൈമാറുകയാ. ലോകം വിധി പറഞ്ഞേക്കാം, ഇവിടം കൊണ്ട് അവൻ്റെ പേര് അസ്തമിച്ചെന്ന്. വലിയൊരു കല്ലും കൂടെ ഉരുട്ടി വെച്ചിട്ട് ലോകം പറഞ്ഞേക്കും, ഇതോടെ ഇനി അവൻ്റെ ശുശ്രൂഷ ഇല്ലെന്ന്. ലോകം പറഞ്ഞേക്കാം, ഇതോടെ അവൻ്റെ തലമുറയുടെ വളർച്ച അവസാനിച്ചെന്ന്. ഇന്ന് പകലിൽ ആത്മാവിൽ വിളിച്ചു പറയണം, യേശു കർത്താവ് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് പുറത്തു വന്നതുപോലെ ഇന്ന് പകലിൽ എന്നോട് പറഞ്ഞ വാഗ്ദത്തം കല്ലറയ്ക്കകത്ത് കല്ലുരുട്ടി വെച്ച് അതിനെ അടച്ചിരിക്കുന്നത് പോലെ ഏത് വ്യാധിയാലും നയിച്ച അത് അടയപ്പെട്ടാലും, ഏത് കഴത്താൽ അത് അടയ്ക്കപ്പെട്ടാലും, ആത്മനിറവ് പ്രാപിച്ച നീ അതിനെ നോക്കി വിളിച്ചു പറ, അത് പുറത്തു വരുന്ന നാളുകൾ വിദൂരമല്ല. അത് പുറത്തു വരുന്ന നാളുകൾ വിദൂരമല്ല. അത് എൻ്റെ തലമുറയോടുള്ള വാഗ്ദത്തമായിക്കോട്ടെ, എൻ്റെ കുടുംബത്തോട് പറഞ്ഞ വാഗ്ദത്തമായിക്കോട്ടെ, എൻ്റെ ജോലിയോട് പറഞ്ഞ വാഗ്ദത്തമായിക്കോട്ടെ, എൻ്റെ തലമുറകളോട്, എൻ്റെ സഭയോട് പറഞ്ഞ വാഗ്ദത്തമായിക്കോട്ടെ, അത് കാരാഗ്രഹത്തിനകത്തു നിന്നോ, അത് ശവകുടീരത്തിൽ
കുടുംബത്തിനകത്തുനിന്നോ പുറത്തു കൊണ്ടുവരുന്ന ദിവസമുണ്ട് എൻ്റെ മുമ്പിലുണ്ടെന്ന് ആത്മാവിൽ നിറഞ്ഞ് ഒന്ന് പറയാൻ തയ്യാറുള്ള ദൈവജന കാര്യങ്ങൾ ഉയർത്തി അല്പനിമിഷങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അസമയമായപ്പോൾ അവൻ എഴുന്നേറ്റ് പുറത്തു വന്നു. ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ പാപത്തിൻ്റെ പരിഹാരമായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഉയരത്തിൽ എനിക്ക് വേണ്ടി പക്ഷവാദം ചെയ്തു. അടുത്തൊരു ഭാഗം കൂടെ പറഞ്ഞു നിർത്താൻ പോയ യേശു ഉയരത്തിലേക്ക് പോയി. ശിഷ്യന്മാരോടൊന്ന് കാത്തിരിക്കാൻ. അവരൊരു റൂമിനകത്ത് കാത്തിരിക്കുക. പേടിച്ച് വരച്ച കാത്തിരിക്കുന്നത്. യേശുവിനെ തല്ലിക്കൊന്നതുപോലെ, ക്രൂശിച്ചു കൊന്നതുപോലെ എപ്പോൾ വേണമെങ്കിലും വന്ന് പിടിച്ചുകൊണ്ട് പോവാം. പേടിയോടെ ഇരിക്കുക. അവരോട് പറഞ്ഞപ്പോൾ മർക്കോസിൻ്റെ മാളിക മുറിയിൽ അവർ കാത്തിരിക്കണം. എന്തിനാ? പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാൻ കാത്തിരിക്കുകയാണ്. പ്രാർത്ഥിച്ച് കാത്തിരിക്കുമ്പോൾ കൊടിയ കാറ്റടിക്കുന്നത് പോലെ, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ഞാനതിനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാപിക്കാൻ വേണ്ടി അവർ ആഗ്രഹത്തോടെ ഇരുന്നപ്പോൾ ദൈവം വാഗ്ദത്തം ചെയ്ത കാര്യസ്ഥനെ അവരിലേക്ക് അയച്ചു. ഒന്നും കൂടെ സെൻറ്റൻസ് പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവം പറഞ്ഞ വാഗ്ദത്തം, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങളിലേക്ക് അയക്കുമെന്ന്. ആ വാഗ്ദത്തം കേട്ട അവർ പുറത്ത് പ്രതിസന്ധിയുണ്ട്. യഹൂദന്മാർ കണ്ട കല്ലെറിയും, പിടിച്ചു കൊണ്ടുപോകും. ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും അവർ പ്രാർത്ഥിക്കാൻ കൂടി വന്നു. പ്രാർത്ഥിക്കാൻ കൂടി വന്ന് അവർ ഏക മനസ്സോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മ സാന്നിധ്യത്തെ ആ ഭവനത്തിനകത്തേക്ക് അയച്ചു. അവരെന്തേലും പറഞ്ഞിട്ട് പോയെന്നല്ല, അടയാളത്തോടെ പ്രാപിച്ചിട്ട് കൊടിയ കാറ്റടിക്കുന്നത് പോലെ, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷപ്പെട്ടതുപോലെ അവർ ആത്മസാന്നിധ്യത്തെ തൊട്ടറിഞ്ഞു എന്ന് പറഞ്ഞാൽ തെറ്റല്ല. ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു ആത്മസാന്നിധ്യം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന? ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റുന്നേ. ഇന്ന് പകലിൽ വാഗ്ദത്ത കാലം അടുക്കുമ്പോൾ അത് കാത്തിരിക്കേണ്ടതായിട്ട് വന്നേക്കാം. വാഗ്ദത്ത കാലം വരുമ്പോൾ പ്രശ്നങ്ങൾ അധികരിച്ചേക്കാം. വാഗ്ദത്ത കാലം വരുമ്പോൾ പലപ്പോഴും നിരാശകൾ സംഭവിച്ചേക്കാം. ഇന്ന് പകലിൽ വാഗ്ദത്ത കാലം നിന്നിലേക്ക് വരുമ്പോൾ അതിനെ ആർക്കും തടയാൻ കഴിയാത്തതാ. വാഗ്ദത്ത കാലം അടുത്തു വരുമ്പോൾ അതിനെ ആർക്കും പിടിച്ചു നിർത്താൻ കഴിയാത്തതാ. ഇന്ന് പകൽ എല്ലാ കണ്ണുകളും അടച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർ തയ്യാറാകുന്നുണ്ട്? യേശുവിൻ്റെ നാമത്തിൽ. വാഗ്ദത്ത കാലം താമസം കാണുമ്പോൾ തളർന്നു പോകരുത്. വൈകിയത് കൊണ്ട് ആ വാഗ്ദത്തത്തെ നീ ഉപേക്ഷിച്ച് കളയരുത്. ഒരിക്കൽ കൂടെ ഞാൻ ആ സെന്റൻസ് പറയാൻ ആഗ്രഹിക്കുന്നു. വാഗ്ദത്തം വെളിപ്പെടുവാൻ താമസം കാണുമ്പോൾ തളർന്നു പോകരുത് കേട്ടോ. ആ വാഗ്ദത്തം വൈകിയത് കൊണ്ട് ആ വാഗ്ദത്തം നിങ്ങൾ മറന്നും പോകരുത്. ഒരിക്കൽ കൂടെ ഞാൻ ആ സെന്റൻസ് നിങ്ങളിലേക്ക് കൈമാറുകയാണ്. വാഗ്ദത്തം നിറവേറാൻ താമസം കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും തളർന്നു പോകരുത്. വൈകി എന്നതുകൊണ്ട് ആ വാഗ്ദത്തം നിങ്ങൾ ഉപേക്ഷിക്കുകയും അരുത്. കാരണം വാഗ്ദത്തം പറഞ്ഞ കർത്താവ് അത് നിങ്ങളിൽ നിവർത്തിച്ച് തരണമെന്ന് അവന് നിർബന്ധമുള്ളത് കൊണ്ട് ദൈവകൃപ ചലിക്കട്ടെ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണ്ടി ചലിച്ചതിനായി സ്തോത്രം. ഇന്ന് പകൽ ഞങ്ങളോട് സംസാരിച്ച ദൈവ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. വാഗ്ദത്ത കാലം അടുത്തപ്പോൾ മിസ്രൈമിൽ ജനം പെരുകി. ഇന്ന് പകലിൽ ഞങ്ങളെ വർദ്ധിപ്പിക്കുന്ന, ഞങ്ങളെ പെരുക്കുന്ന, ഞങ്ങളെ കൂട്ടുന്ന കർത്താവ്, ഞങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്ന ആ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ഞങ്ങൾ നന്ദി പറയുകയാണ്. വാഗ്ദത്തം നിറവേറാൻ വൈകിയാലും അതിനുവേണ്ടി ആശയോടെ കാത്തിരിക്കുവാൻ അപ്പ ഞങ്ങളെ ബലപ്പെടുത്തണം. പ്രശ്നങ്ങൾ വന്നോട്ടെ, ആ കാത്തിരിപ്പിൻ്റെ കാലഘട്ടത്തിൽ പരീക്ഷകൾ കൂടുതലായി അനുഭവിക്കേണ്ടി വന്നാലും മാറായെ മധുരമാക്കുന്നത് പോലെ
ആ പരീക്ഷയ്ക്കകത്തും ഞങ്ങളെ ജീവനോടെ പുറത്തു കൊണ്ടുവരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണ്ടി ചലിക്കും. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആ കരങ്ങളൊക്കെ ഉയർത്തി കർത്താവിന് നന്ദിയോടെ മഹത്വം കൊടുത്താട്ടെ.